പോലെ തന്നെ ഇൻഫിനിറ്റി ഗ്ലോബൽ എന്ന കോർപ്പറേറ്റ് ഓഫീസിലെ അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക തണുപ്പും വിറയലും ഉണ്ടായിരുന്നു. അത് എസിയുടെ തണുപ്പ് മാത്രമായിരുന്നില്ല. 9 മണിക്ക് കൃത്യം 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ലിഫ്റ്റിന്റെ വാതിൽ തുറന്നിറങ്ങി വരുന്ന അവൻ സൃഷ്ടിക്കുന്ന ഭീതിയുടെ തണുപ്പായിരുന്നു അർജുൻ മോഹൻ. കമ്പനിയുടെ ജനറൽ മാനേജർ, ബുദ്ധിരാക്ഷസൻ, പെർഫെക്ഷനിസ്റ്റ്, അതിലുപരി എല്ലാവരോടും എപ്പോഴും ദേഷ്യം മാത്രം കാട്ടുന്ന ഒരൊറ്റ ചിരി പോലും മുഖത്ത് വരാത്ത കലിപ്പൻ. ഗുഡ് മോർണിംഗ് സർ, റിസപ്ഷനിൽ ഇരുന്ന റീന വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അർജുൻ അതൊന്ന് ഗൗനിക്കുക പോലും ചെയ്തില്ല. റിസപ്ഷൻ ഡെസ്ക് കടന്ന് അവൻ അകത്തേക്ക് നടന്നു. അവന്റെ ഓരോ ചുവട് കാണുമ്പോഴും പേടി കാരണം ഓഫീസിലെ ജീവനക്കാരുടെ നെഞ്ചിടിപ്പാണ് വേഗത്തിലായത്. വരവ് കണ്ടില്ലേ, ആള് നല്ല കലിപ്പിലാ. ഇന്ന് ആരുടെ തലയാണോ ഉരുളാൻ പോകുന്നത്? സീറ്റിലിരുന്ന് ഫയൽ മറയ്ക്കുന്നതിനിടയിൽ സീനിയർ എക്സിക്യൂട്ടീവ് വിക്രം അടുത്തുള്ള രാഹുലിനോട് പതുക്കെ പറഞ്ഞു. ആർക്കറിയാം, കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിംഗ് ടീമിലെ 2 പേരെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ഒറ്റയടിക്കാ പുറത്താക്കിയത്. ഇന്ന് ഡെഡ്ലൈൻ ഉള്ള ദിവസമല്ലേ, കണ്ടറിയാം. രാഹുൽ പേടിയോടെ പിറുപിറുത്തു. അർജുൻ തന്റെ ഗ്ലാസ് ക്യാബിനിലേക്ക് കടന്നു. മേശപ്പുറത്തിരിക്കുന്ന പ്രൊജക്ട് ഫയലുകളിലേക്ക് അവന്റെ കണ്ണുകൾ പാഞ്ഞു ചെന്നു. മുഖത്ത് പെട്ടെന്ന് ദേഷ്യത്തിന്റെ കനൽ പടർന്നു. നിയ! ആ ശബ്ദം ആ വിശാലമായ ഹാൾ മുഴുവൻ മുഴങ്ങി കേട്ടു. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ ആ കോർണർ സീറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ ഇരിക്കുകയായിരുന്നു നിയ വാസുദേവൻ. ശാന്തമായ മുഖവും എപ്പോഴും സ്വന്തം ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രകൃതവും. എന്നാൽ അർജുന്റെ ആ ഒറ്റ ഗർജനത്തിൽ നിയയുടെ നെഞ്ചൊന്നു പിടഞ്ഞു. കയ്യിലിരുന്ന പേന മേശപ്പുറത്ത് വെച്ച് അവൾ പതിയെ എഴുന്നേറ്റു. നിയ, എന്റെ ക്യാബിനിലേക്ക് വാ. ക്യാബിന്റെ ഗ്ലാസ് ഡോർ തുറന്ന് അർജുൻ വീണ്ടും അലറി. നിയ അപ്പോൾ ശ്വാസമെടുത്ത് മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ക്യാബിനിലേക്ക് നടന്നു. ഓഫീസിൽ എല്ലാവരും അനുകമ്പയോടെയും പേടിയോടെയും അവളെ നോക്കുന്നുണ്ടായിരുന്നു. ക്യാബിനിൽ കടന്ന് വാതിലടച്ചതും മേശപ്പുറത്തിരുന്ന പ്രസന്റേഷൻ ഫയൽ അർജുൻ അവളുടെ മുന്നിലേക്ക് കടുത്ത ദേഷ്യത്തോടെ വലിച്ചെറിഞ്ഞു. ഫയൽ നിലത്ത് വീണ് താളുകൾ ചിതറി. വാട്ട് ഈസ് ദിസ്? അർജുന്റെ ശബ്ദം ഗർജനം പോലെയായി. ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ക്ലയന്റ് റിപ്പോർട്ടിൽ 8% മിസ്റ്റേക്ക്. ഡാറ്റ കൃത്യമല്ല. നീയൊക്കെ ഇവിടെ കമ്പനിയിൽ വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങാൻ വരുന്നതാണോ? സർ, അത് നിയ തൊണ്ട വരണ്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി. ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണക്കുകൾ അക്കൗണ്ട്സ് ടീം വൈകിയാണ് തന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ രാത്രി തന്നെ റെക്ടിഫൈ ചെയ്തു. ഷട്ടപ്പ്! അർജുൻ മേശയിൽ ആഞ്ഞടിച്ചു. എനിക്ക് നിന്റെ ഒഴിവ് കഴിവുകൾ കേൾക്കണ്ട. എനിക്ക് വേണ്ടത് റിസൾട്ടാണ്. ഒരു ചെറിയ തെറ്റുപോലും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? അവൻ നിയയുടെ അടുത്തു ചെന്നു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് തുളച്ചു കയറി. കഴിഞ്ഞ 6 മാസമായി നീ ഈ കമ്പനിയിലുണ്ട്. എന്നിട്ടും നിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. പുതിയ സ്റ്റാഫുകളോട് ഞാൻ കാണിക്കുന്ന ദയ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. വിൽ യു ജസ്റ്റ് കെയർ അബൌട്ട് യുവർ വർക്ക്? നീ അപ്പോൾ കണ്ണുകൾ താഴേക്ക് താഴ്ത്തി. അർജുന്റെ വാക്കുകളിലെ മൂർച്ച അവളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ കരഞ്ഞില്ല, തളർന്നില്ല. അവൾ പതുക്കെ കുനിഞ്ഞ് നിലത്ത് ചിതറിക്കിടന്ന പേപ്പറുകൾ ഒന്നൊന്നായി പെറുക്കിയെടുത്തു. സർ, കറക്റ്റ് ചെയ്ത പുതിയ ഫയൽ ഞാൻ 10 മിനിറ്റിനകം ടേബിളിൽ എത്തിക്കാം. ഐ ആം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. വളരെ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ നിയ പറഞ്ഞു. പോയി ശരിയാക്കി കൊണ്ടുവാ. അതിനാണ് മറ്റ് കമ്പനി തരുന്നതിലും കൂടുതൽ സാലറി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. 10 മിനിറ്റിനകം ഇത് തിരുത്തി എന്റെ ഡെസ്കിൽ എത്തിയിരിക്കണം. ഗെറ്റ് ഔട്ട്. അർജുൻ അത് പറഞ്ഞപ്പോൾ ആകെ വല്ലാതായ നിയ പതിയെ അവിടെ നിന്നും പുറത്തിറങ്ങി. മറ്റ് സ്റ്റാഫുകളെ ഒന്നും ശ്രദ്ധിക്കാതെ അവൾ വേഗം അവളുടെ വർക്കിലേക്ക് കടന്നു. 10 മിനിറ്റിനകം അർജുന്റെ മേശപ്പുറത്ത് തിരുത്തിയ ഫയൽ കൊണ്ടുവയ്ക്കുമ്പോൾ നിയയുടെ നെഞ്ചിടിപ്പ് നിലച്ചിരുന്നില്ല. ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ട് അവൾ വിറയ്ക്കുന്ന കൈകളോടെ അർജുന്റെ മുഖത്തേക്ക് നോക്കി. അർജുൻ അപ്പോൾ സീറ്റിൽ ചാരിയിരുന്ന് ദേഷ്യം തിളയ്ക്കുന്ന കണ്ണുകളോടെ അവളെ നോക്കി. എന്നിട്ട് മേശപ്പുറത്തിരുന്ന ഫയലെടുത്ത് പേജുകൾ ഒന്നൊന്നായി അതിവേഗം മറച്ചു നോക്കി. തിരുത്തലുകളെല്ലാം കൃത്യമായിരുന്നു. ഒരു തെറ്റുപോലും അതിലില്ലായിരുന്നു. എന്നാൽ അവന്റെ മുഖത്തെ ദേഷ്യം കുറഞ്ഞില്ല, പകരം അത് ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇത് ആവർത്തിക്കരുത്. അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. ട്രയൽ പീരീഡ് ആണെങ്കിൽ എനിക്ക് സമ്മതിക്കാമായിരുന്നു. പക്ഷേ നീ ഈ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ടിപ്പോൾ 6 മാസമായില്ലേ? എന്നിട്ടും ഇപ്പോഴും എഫിഷ്യന്റ് ആയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നീ അപ്പോൾ തല താഴ്ത്തി നിന്നു. ക്യാബിനിലെ കണ്ണാടി ഭിത്തികൾക്ക് പുറത്തുള്ളവർ പേടിയോടെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അപ്ഡേറ്റ് ആവാതെ, സ്വന്തം ജോലിയിൽ കൃത്യത പുലർത്താതെ ഈ കോർപ്പറേറ്റ് ലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അർജുന്റെ ശബ്ദം ഗ്ലാസ് ക്യാബിന് പുറത്തേക്ക് പോലും കേൾക്കാമായിരുന്നു. പഴയ മന്ദഗതിയും പേപ്പർ വർക്കിലെ അശ്രദ്ധയും ഒന്നും ഇവിടെ നടപ്പില്ല. നിന്റെ ഈ അശ്രദ്ധ കാരണം കമ്പനിക്ക് എത്ര വലിയ ക്ലയന്റിനെയാണ് നഷ്ടപ്പെടാൻ പോയതെന്നറിയാമോ? എനിക്ക് പെർഫോമൻസ് വേണം. സ്വന്തം ജോലി കൃത്യമായി ചെയ്യണം. അപ്ഡേറ്റഡ് ആയി നിൽക്കണം. അതിന് പറ്റില്ലെങ്കിൽ പാക്ക് ചെയ്തു പോകാം. നൗ ഗെറ്റ് ഔട്ട്.
അർജുൻ കടുത്ത ദേഷ്യത്തിൽ പറഞ്ഞു. വിറയ്ക്കുന്ന കാലുകളോടെ ക്യാബിന് പുറത്തിറങ്ങിയ നിയ സ്വന്തം ഡെസ്കിലേക്ക് നടന്നെത്തി ചെയറിലേക്ക് തളർന്നിരുന്നു. കയ്യിലിരുന്ന കർച്ചീഫ് എടുത്ത് അവൾ കണ്ണുകൾ തുടച്ചു. കൂടെ ജോലി ചെയ്യുന്ന പ്രിയയും രാഹുലും ഉടൻ തന്നെ അവളുടെ സീറ്റിനടുത്തേക്കെത്തി. നിയ, കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രിയ അവളുടെ തോളിൽ കൈവച്ചു. ആ ഭ്രാന്തൻ വീണ്ടും ഷൗട്ട് ചെയ്തല്ലേ? ഞങ്ങൾ പുറത്തുനിന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, പ്രിയ പറഞ്ഞു. അയാൾക്കൊട്ടും മനുഷ്യത്വമില്ല നിയ, രാഹുലും ദേഷ്യത്തോടെ പറഞ്ഞു. ആരെങ്കിലും എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുമോ? ഓഫീസിൽ എല്ലാവരെയും അവൻ പുഴുക്കളെ പോലെയാണ് കാണുന്നത്. എപ്പോഴും കലിപ്പും അലർച്ചയും മാത്രം, പ്രിയയും രാഹുലിനൊപ്പം ചേർന്നു. അയാൾക്ക് വല്ല മാനസിക പ്രശ്നവും കാണും. ആരെയും മനുഷ്യനായി പോലും കണക്കാക്കില്ല. നീ അപ്പോൾ തലവേദന കാരണം നെറ്റിയിൽ കൈവച്ചു. പ്രിയ, എനിക്കൊന്ന് പോയി ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. തല പൊളിയുന്നത് പോലെ വേദനിക്കുന്നു. ഞാൻ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ശരി നിയ, നീ പോയൊന്ന് റിലാക്സ് ചെയ്തു വാ, പ്രിയ പറഞ്ഞു. തന്റെ ബാഗിൽ നിന്ന് പണമെടുത്ത് നിയ ക്യാൻറ്റീനിലേക്ക് നടന്നു. നടക്കുന്നതിനിടെ അവളുടെ വലതു കണ്ണിൽ എന്തോ പൊടി വീണതുപോലെ ഒരു അസ്വസ്ഥത തോന്നി. കണ്ണ് നല്ലതുപോലെ ചൊറിയാനും നീറാനും തുടങ്ങി. അയ്യോ, കണ്ണിൽ പൊടി പോയല്ലോ. അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് തിരികെ നടന്നു. കണ്ണൊന്ന് കഴുകാനായി അവൾ ഓഫീസിന്റെ ഇടനാഴിയുടെ അറ്റത്തുള്ള അധികമാരും ഉപയോഗിക്കാത്ത ലേഡീസ് വാഷ്റൂമിന്റെ ഭാഗത്തേക്ക് കയറി. കണ്ണമർത്തി തിരുമ്മിക്കൊണ്ട് തന്നെ അവൾ വാഷ്റൂമിന്റെ പകുതി തുറന്ന വാതിൽ തള്ളി അകത്തേക്ക് കടക്കാനൊരുങ്ങി. എന്നാൽ അവിടെ കണ്ട കാഴ്ച അവളെ അവിടെ തന്നെ തറഞ്ഞു നിൽപ്പിച്ചു. നിയയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ഞെട്ടൽ കൊണ്ടും വിടർന്നു. രാഹുലും പ്രിയയും ആ ബാത്റൂമിന്റെ ചെറിയ ഇടനാഴിയിലെ ഭിത്തിയോട് ചേർന്ന് രാഹുലും പ്രിയയും നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റാർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധം ഭിത്തിയുടെ മറവിലായിരുന്നു അവർ. പ്രിയയുടെ വസ്ത്രങ്ങൾ ചെറുതായി അഴിഞ്ഞു മാറിയ അവസ്ഥയിലായിരുന്നു. അവളുടെ നെഞ്ചിലെ ഡ്രസ്സ് വശങ്ങളിലേക്ക് മാറ്റിവെച്ച് രാഹുൽ അവിടെ ആർത്തിയോടെ ചുംബിക്കുകയായിരുന്നു. നിയയുടെ ഉള്ളൊന്ന് വിറച്ചുപോയി. അവളുടെ നെഞ്ചിടിപ്പ് നിലച്ചതുപോലെ തോന്നി. കാരണം രാഹുലിന്റെ കല്യാണം കുറെ മുൻപ് കഴിഞ്ഞതാണ്. അവൻ കുടുംബവും കുട്ടികളുമുള്ള ആളാണ്. പ്രിയയുടെ കല്യാണവും കഴിഞ്ഞതാണ്. അവൾക്കും ഭർത്താവും ചെറിയൊരു കുട്ടിയുമുണ്ട്. രണ്ടുപേരും ഓഫീസിൽ വളരെ മാന്യമായി പെരുമാറുന്നവർ, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നവർ. അവരുടെ മറ്റൊരു മുഖം നിയയ്ക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഞെട്ടലോടെ ഭയത്തോടെ അവൾ അറിയാതെ രണ്ടടി പിറകോട്ട് വെച്ചു. ആ പരിഭ്രാന്തിയിൽ അവളുടെ കാൽ വാതിലിന്റെ പടിയിൽ തട്ടി ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ ഭിത്തിയിൽ ചെന്നടിച്ചു. ആ ശബ്ദം കേട്ട് രാഹുലും പ്രിയയും ഞെട്ടിപ്പിടഞ്ഞ് തിരിഞ്ഞു നോക്കി. അവിടെ കണ്ണും തള്ളി വിറച്ചു നിൽക്കുന്ന നിയയെ കണ്ടതും രണ്ടുപേരുടെയും മുഖത്തെ ചോര വാർന്നുപോയി. അമ്പരപ്പും ഭയവും അവരുടെ മുഖത്ത് ഒരുപോലെ മിന്നി മറഞ്ഞു. നിയ പിന്നെ അവിടെ നിൽക്കാതെ ഭയന്നോടുന്ന മാൻപേടയെ പോലെ അവിടുന്ന് തിരിഞ്ഞോടി. നെഞ്ചു പടപടാ ഇടിച്ചുകൊണ്ടാണ് നിയ ക്യാൻറ്റീനിലെത്തിയത്. ആരും അധികമില്ലാത്ത ഒരു കോർണർ ടേബിളിൽ അവൾ പോയിരുന്നു. ഒരു ചൂട് ചായ ഓർഡർ ചെയ്തു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തലവേദന ഇരട്ടിച്ചു. ഒരു വശത്ത് അർജുന്റെ ദൂരെയെങ്ങും കേൾക്കാവുന്ന തരത്തിലുള്ള ചീത്തവിളിയും ശാസനയും, മറുവശത്ത് ഇപ്പോൾ കണ്ട അറപ്പുളവാക്കുന്ന കാഴ്ചയും. ചായ മേശപ്പുറത്തു വന്നു. അവളുടെ മനസ്സാകെ പുകയുകയായിരുന്നു. പെട്ടെന്നാണ് ആ മേശയ്ക്ക് മുന്നിലെ കസേര വലിച്ച് ആരോ ഇരുന്നത്. നിയ തല ഉയർത്തി നോക്കി. രാഹുൽ. അവന്റെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ സൗമ്യതയോ വിനീത ഭാവമോ ആയിരുന്നില്ല. പകരം ക്രൂരവും ഭയപ്പെടുത്തുന്നതുമായ ഒരു ഭാവമായിരുന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യവും ഭീതിയും കലർന്നിരുന്നു. നിയ. രാഹുൽ ശബ്ദം താഴ്ത്തി, എന്നാൽ വളരെ ഭീഷണിയോടെ വിളിച്ചു. നിയ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, രാഹുൽ അല്പം മുന്നോട്ടാഞ്ഞ് ഒച്ച താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഇപ്പോൾ അവിടെ കണ്ടത് കണ്ടു. അതെങ്ങാനും നീ ആരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ വെച്ചേക്കില്ല, ഓർത്തു വെച്ചോ. നീ അപ്പോൾ അവന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെയും ഭയത്തോടെയും നോക്കി. എപ്പോഴും ചിരിച്ചു സംസാരിക്കുന്ന സൗമ്യനായ രാഹുലിന് അങ്ങനെ ഒരു മുഖമുണ്ടെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത്. എന്റെയും പ്രിയയുടെയും ഫാമിലി ലൈഫ് നശിപ്പിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അത് നടക്കില്ല, രാഹുൽ വീണ്ടും ഭീഷണിപ്പെടുത്തി. ഓഫീസിൽ നിന്നെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പരത്താൻ എനിക്കധികം സമയം വേണ്ട. അർജുൻ സാറിനോട് പറഞ്ഞിട്ട് നിന്റെ ജോലി കളയിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് കണ്ടതൊന്നും ഓർമ്മയില്ലെന്ന് വിചാരിച്ചോളണം. വായ അടച്ചു പിടിച്ചാൽ നിനക്ക് നല്ലത്. അത്രയും പറഞ്ഞ് രാഹുൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ദേഷ്യത്തോടെ നടന്നുപോയി. നീ അപ്പോൾ അവിടെ തളർന്നിരുന്നു പോയി. കയ്യിലിരുന്ന ചായ ഗ്ലാസ് തണുത്തുറഞ്ഞു. പുറമെ മാന്യന്മാരായി നടന്ന് ഉള്ളിൽ ചതിയും വഞ്ചനയും കൊണ്ട് നടക്കുന്ന രാഹുലിനെ പോലുള്ളവരുടെ യഥാർത്ഥ മുഖം കണ്ടതിന്റെ ഞെട്ടലും ഭയവും അവൾക്കത്രയ്ക്കുണ്ടായിരുന്നു. അടുത്ത ദിവസം ഓഫീസിലേക്ക് എത്തുമ്പോൾ നിയയുടെ മനസ്സൊട്ടും സുഖമുള്ളതായിരുന്നില്ല.
വീടിന്റെ പടി ഇറങ്ങിയപ്പോൾ മുതൽ നെഞ്ചിൽ പുകഞ്ഞു നിന്ന ഒരു ഭാരവും വഹിച്ചുകൊണ്ടാണ് അവൾ ഇൻഫിനിറ്റി ഗ്ലോബലിന്റെ വലിയ ഗ്ലാസ് വാതിലുകൾ കടന്നു വന്നത്. മുൻപൊക്കെ ഓഫീസിലെത്തുമ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു ഊർജമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് പൂർണ്ണമായും ചോർന്നു പോയിരിക്കുന്നു. ഓഫീസിലേക്ക് കയറിയപ്പോൾ തന്നെ അവൾ പ്രിയയെ കണ്ടു. പ്രിയയുടെ മുഖത്തും തലേന്നത്തെ സംഭവത്തിന് ശേഷമുള്ള ഒരു വിറയലും മടിയും വ്യക്തമായിരുന്നു. മുൻപൊക്കെ കണ്ടാൽ ഓടി വന്ന് വർത്തമാനം പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന പ്രിയ ഇന്ന് നിയയെ കണ്ടതും അറിയാത്ത പോലെ മുഖം തിരിക്കാൻ നോക്കി. നിയയും ഒന്നും മിണ്ടാൻ നിന്നില്ല. പ്രിയയുടെ ആ മടിയും ഉള്ളിലെ ഭയവും നിയ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. നിയ നേരെ തന്റെ സീറ്റിൽ ചെന്നിരുന്നു. സിസ്റ്റം ഓൺ ചെയ്ത് മെയിലുകളും ഫയലുകളും തുറന്നു വെച്ചു. എങ്കിലും അവൾക്കൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. കൺമുന്നിൽ തെളിയുന്ന അക്ഷരങ്ങൾക്ക് പകരം ഇന്നലെ ബാത്റൂമിന്റെ മറവിൽ കണ്ട അറപ്പുളവാക്കുന്ന കാഴ്ചയും അതിനുശേഷമുള്ള രാഹുലിന്റെ ക്രൂരമായ ഭീഷണിയുമായിരുന്നു അവളുടെ ഉള്ളിൽ തിരിഞ്ഞു മറഞ്ഞു കളിച്ചത്. അവൾ ഒരു റോബോട്ടിനെ പോലെ വിരലുകൾ ചലിപ്പിച്ചു. കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചു. ആരോടും അധികം സംസാരിക്കാതെ സമയം അവസാനിച്ചപ്പോൾ ബാഗും എടുത്ത് തിരികെ പോയി. ജോലിയോട് തന്നെ എന്തോ വലിയൊരു മടുപ്പും വിരക്തിയും അവളിൽ നിറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിൽ അർജുനും ഓഫീസിലുണ്ടായിരുന്നു. പക്ഷെ അവൻ പഴയതിലും കലിപ്പിലായിരുന്നു. ആരോടോ ഉള്ള വാശി പിടിച്ച സ്വഭാവം, ക്യാബിനിൽ നിന്നുള്ള അലർച്ചകൾ, ജീവനക്കാരോടൊട്ടും ദയയില്ലാത്ത പെരുമാറ്റം എല്ലാം ഓഫീസിൽ പതിവ് പോലെ നടന്നു. എങ്കിലും രാഹുലിന്റെയും പ്രിയയുടെയും അഴുക്കുചാലിനേക്കാൾ എത്രയോ മാന്യമാണ് അർജുന്റെ ആ മുഖംമൂടിയില്ലാത്ത ദേഷ്യമെന്ന് നിയയ്ക്ക് ഉള്ളിൽ തോന്നിപ്പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം പ്രിയ വളരെ സന്തോഷത്തോടെ ഒരു വലിയ ബോക്സിൽ ലഡുവുമായി ഓരോരുത്തരുടെയും സീറ്റിലേക്ക് നടന്നു വരുന്നത് നിയ കണ്ടു. പ്രിയയുടെ ഹസ്ബൻഡിന് ജോലിയിൽ വലിയൊരു പ്രമോഷൻ കിട്ടിയെന്നും അതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് ഈ മധുരം കൊടുക്കുന്നതെന്നും കേട്ടു. ഓരോരുത്തരും പ്രിയക്ക് ആശംസകൾ നേർന്ന് ലഡു വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പ്രിയ നിയയുടെ ഡെസ്കിന് മുന്നിലെത്തി. നിയ, ദാ ലഡു എടുക്കൂ, ഹസ്ബൻഡിന് കമ്പനിയിൽ പ്രമോഷനായി, അതിന്റെ ട്രീറ്റാ. പ്രിയ ചിരിച്ചുകൊണ്ട് ബോക്സ് നീട്ടി. നിയയ്ക്ക് ആ ലഡു കൊടുക്കുമ്പോൾ പ്രിയയുടെ കണ്ണുകളിൽ ചെറിയൊരു ഭാവമാറ്റമുണ്ടായിരുന്നുവെങ്കിലും ഭർത്താവിന്റെ പ്രമോഷനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ മുഖത്ത് വലിയ അഭിമാനമായിരുന്നു. നിയ അപ്പോൾ അത്ഭുതത്തോടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരുത്തന്റെ കൂടെ അനാവശ്യ ബന്ധം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഭർത്താവിന്റെ പ്രമോഷന്റെ പേരിൽ പ്രഹസനം കാണിക്കാനും മധുരം വിതറാനും തോന്നുന്നത്? മനുഷ്യരുടെ മനസ്സിന്റെ കാഠിന്യം എത്രത്തോളമാണ്! നിയയുടെ ഉള്ളിൽ വല്ലാത്ത അറപ്പും കനത്ത ദേഷ്യവും ഇരച്ചു കയറി. വേണ്ട പ്രിയ, എനിക്ക് മധുരം കഴിക്കാൻ മൂടില്ല, നിയ പതുക്കെ പറഞ്ഞു. അതെന്താ നിയ, ഒരു ലഡു കഴിക്കുന്നതിനെന്താ, എടുക്ക്, എന്താ വേണ്ടെന്ന് പറയുന്നത്? പ്രിയ വീണ്ടും നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് മുന്നിൽ വലിയൊരു ബഹളം ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് നിയ പ്രിയയുടെ മുഖത്തേക്ക് പോലും നോക്കാതെ ബോക്സിൽ നിന്ന് ഒരു ലഡു എടുത്ത് വായിൽ വെച്ചു. എന്നാൽ ആ മധുരത്തിന് പോലും അവൾക്ക് കയ്പാണ് അനുഭവപ്പെട്ടത്. അതിനുശേഷം 2 ദിവസം പ്രിയ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം എന്തോ ട്രിപ്പ് പോകാനുണ്ടെന്ന് പറഞ്ഞ് അവൾ ലീവിലായിരുന്നു. പ്രിയ ഇല്ലാത്തതുകൊണ്ട് ഓഫീസിലെ അന്തരീക്ഷം അല്പം ശാന്തമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങാൻ നേരത്ത് നിയ ബാത്റൂമിൽ പോയി തിരികെ സ്വന്തം ഡെസ്കിലേക്ക് വരികയായിരുന്നു. ഓഫീസിലെ ഭൂരിഭാഗം ആളുകളും ജോലി തീർത്തിറങ്ങിപ്പോയിരുന്നു. ഹാൾ പകുതിയും വിജനമായിരുന്നു. ഇടനാഴിയിലൂടെ നടന്നു വരുമ്പോഴാണ് എതിരെ രാഹുൽ നടന്നു വരുന്നത് അവൾ കണ്ടത്. അവളെ കണ്ടതും രാഹുൽ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു പ്രത്യേക തരത്തിലുള്ള ചിരിയോടെ അവളുടെ അരികിലേക്ക് വന്നു. എന്താ നിയ, ഇപ്പോ ഒരു മൈൻഡൊന്നുമില്ലല്ലോ, പണ്ടത്തെ പോലെ ചിരിച്ചു സംസാരിക്കാനൊന്നും കാണാറില്ലല്ലോ? രാഹുൽ വളരെ സ്വാഭാവികമായി ചോദിക്കുന്ന മട്ടിൽ അവളുടെ വഴി തടഞ്ഞു നിന്നു. ഒന്നുമില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. രാഹുലിന്റെ മുഖത്ത് പോലും നോക്കാതെ അവൾ ഒഴിഞ്ഞു മാറി നടക്കാൻ നോക്കി. എന്നാൽ പെട്ടെന്ന് രാഹുൽ കൈനീട്ടി നിയയുടെ കയ്യിൽ കടുപ്പത്തിൽ കയറി പിടിച്ചു. നിയ ആകെ ഞെട്ടിപ്പോയി. അവൾ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി. രാഹുൽ, കൈവിട്, എന്തായി കാണിക്കുന്നേ? രാഹുലിന്റെ മുഖത്തെ മാന്യതയുടെ ഭാവമെല്ലാം അപ്പോൾ അയിഞ്ഞു വീണിരുന്നു. അവൻ ക്രൂരവും വൃത്തികെട്ടതുമായ ഒരു ചിരിയോടെ അവളിലേക്ക് കുറച്ചുകൂടി അടുത്തു വന്നു. 2 ദിവസമായിട്ട് പ്രിയ ലീവാണ് നിയ. രാഹുൽ ശബ്ദം താഴ്ത്തി വളരെ അശ്ലീലമായ മട്ടിൽ പറഞ്ഞു. എന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അവളുണ്ടാകുമ്പോ എനിക്കൊന്ന് തൊടാനോ തലോടാനോ ഉമ്മ വെക്കാനോ എന്റെ ജോലിയുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനോ പറ്റുമായിരുന്നു. ഇപ്പോ എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാ. നീ അപ്പോൾ അറപ്പോടെയും ഞെട്ടലോടെയും അവനെ നോക്കി. രാഹുൽ അപ്പോഴും നിർത്തിയില്ല. അവൻ കൂടുതൽ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. എന്തായാലും നീ ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് നീ ഒന്ന് സഹകരിക്കണം. കൂടുതൽ സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ മതി. നീ വിചാരിച്ച എനിക്ക്. ഡേർട്ടി ഫെലോ,
നിയയുടെ തലച്ചോറ് വരെ വിറച്ചുപോയി. നീ ഇത്രയും ചീപ്പായിരുന്നോ? അവളിലെ ഭയമെല്ലാം പെട്ടെന്ന് കനത്ത ദേഷ്യമായി മാറി. അവൾ സർവ്വശക്തിയും എടുത്ത് രാഹുലിനെ തള്ളി മാറ്റി പുറകോട്ട് ഓടാൻ നോക്കി. എന്നാൽ രാഹുൽ അവളെ പെട്ടെന്ന് വീണ്ടും തടഞ്ഞു നിർത്തി. അവന്റെ കണ്ണുകളിൽ ഒരു കാടൻ ഭാവമായിരുന്നു. നിന്നെ ഞാൻ എടുത്തോളാമെടി. അവൻ ഒന്നിനും മറയില്ലാത്തവനെ പോലെ അലറി. നീ എല്ലാം കണ്ട സ്ഥിതിക്ക് ഇനി എനിക്ക് നിന്നോട് എന്ത് മറച്ചു വെക്കാനാണ്? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല. നിന്റെ ജോലി ഞാൻ കളയിക്കും. ഓഫീസിൽ നിന്നെക്കുറിച്ച് നാട്ടുകാർക്ക് കേൾക്കാൻ അറക്കുന്ന കഥകൾ ഉണ്ടാക്കി പരത്തും. അതുകൊണ്ട് മിണ്ടാതെ എന്റെ കൂടെ സഹകരിച്ചോ? രാഹുലിന്റെ ഭീഷണി കേട്ട് നിയയുടെ ഉള്ളൊന്ന് വിറച്ചുവെങ്കിലും അവളിൽ ആ നിമിഷം അളവില്ലാത്ത ദേഷ്യമാണ് പടർന്നത്. അർജുൻ സാറിന്റെ ശാസനകൾ പോലും എന്തുമാത്രം മാന്യമായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു പോയി. രാഹുലിന്റെ ഭീഷണിയും അശ്ലീലം കലർന്ന വാക്കുകളും കേട്ട് ആകെ തകർന്നുപോയ നിയ വിറയ്ക്കുന്ന കാലുകളോടെയാണ് സ്വന്തം ഡെസ്കിലേക്ക് തിരികെ നടന്നെത്തിയത്. അവളുടെ തല പുകയുകയായിരുന്നു. നെഞ്ചിൽ ഭയവും അറപ്പും ദേഷ്യവും ഒരുമിച്ച് തിളച്ചു മറഞ്ഞു. സീറ്റിൽ ചെന്നിരുന്നതും അവൾക്ക് വിതുമ്പൽ അടക്കാൻ കഴിഞ്ഞില്ല. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് വെറുതെ കണ്ണു നട്ടിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഓരോന്നായി ഒഴുകിയിറങ്ങി കീബോർഡിലേക്ക് വീണു. കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് അവൾ ഇടയ്ക്കിടെ കണ്ണുകൾ അമർത്തി തുടച്ചു. എങ്കിലും സങ്കടവും ഭയവും നിയന്ത്രിക്കാൻ അവൾക്കായില്ല. ഒരു വശത്ത് ജോലിയിലെ സ്ട്രെസ്, മറുവശത്ത് പുറമെ മാന്യനായി നടന്ന് ഉള്ളിൽ ചതിയും നീചത്വവും കൊണ്ട് നടക്കുന്ന രാഹുലിന്റെ ക്രൂരമായ ഭീഷണി. ഇത്രയും വൃത്തികെട്ടൊരന്തരീക്ഷത്തിൽ ഇനി എങ്ങനെ ജോലി ചെയ്യുമെന്നറിയാതെ അവൾ വിറയ്ക്കുന്ന വിരലുകളോടെ മുഖം പൊത്തിപ്പിടിച്ചു. അതേസമയം ജോലി സമയം കഴിഞ്ഞ് ഓഫീസിലെ ജീവനക്കാരെല്ലാം ഓരോരുത്തരായി ഇറങ്ങിപ്പോയിരുന്നു. തന്റെ ഗ്ലാസ് ക്യാബിനുള്ളിൽ തനിച്ചിരുന്ന് അർജുൻ സിസ്റ്റത്തിലെ ചില ഫയലുകൾ ഒത്തുനോക്കുകയായിരുന്നു. ജോലിയെല്ലാം പൂർത്തിയായപ്പോൾ അവൻ വെറുതെ തന്റെ ഡെസ്കിലെ മോണിറ്ററിൽ ഓഫീസിലെ വിവിധ ഭാഗങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ക്ലിക്ക് ചെയ്തു നോക്കി. ഡിപ്പാർട്ട്മെന്റിലെ പ്രധാന ഏരിയകളുടെ ക്യാമറകൾ ഓരോന്നായി പരിശോധിക്കുന്നതിനിടെയാണ് അവന്റെ കണ്ണുകൾ കോർണർ സീറ്റിൽ തടഞ്ഞു നിന്നത്. അവിടെ നിയ ഇരിക്കുന്നുണ്ടായിരുന്നു. ലാപ്ടോപ്പിന് മുന്നിൽ തല താഴ്ത്തിയിരുന്ന് അവൾ പൊട്ടിക്കരയുകയാണ്. ഇടയ്ക്കിടെ കൈകൾ കൊണ്ട് മുഖം പൊത്തുന്നതും കർച്ചീഫ് എടുത്ത് കണ്ണുകൾ തുടയ്ക്കുന്നതും അവൻ തെളിഞ്ഞു കണ്ടു. അർജുൻ പെട്ടെന്ന് ക്യാമറയുടെ വ്യൂ മാറ്റി മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കി. സാധാരണഗതിയിൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ വികാരങ്ങൾക്കോ കരച്ചിലുകൾക്കോ യാതൊരു വിലയും കൊടുക്കാത്ത, ആരോടും വലിയ ദയയോ അനുകമ്പയോ കാണിക്കാത്ത കടുത്ത പ്രകൃതക്കാരനാണ് അവൻ. ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന പെർഫെക്ഷനിസ്റ്റ്. പക്ഷേ എന്തുകൊണ്ടോ അവൻ വീണ്ടും CCTV ദൃശ്യം നിയയുടെ നേരെ തന്നെയുള്ള ക്യാമറയിലേക്ക് മാറ്റി. അവൾ അപ്പോഴും കരയുകയാണ്. സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മിടുക്കിയായ ഒരു സ്റ്റാഫ് ഇങ്ങനെ തകർന്നു പൊട്ടിക്കരയുന്നത് കണ്ടപ്പോൾ ആദ്യമായി അർജുന്റെ ഉള്ളിൽ ഒരു തരി അനുകമ്പ പൊട്ടിമുളച്ചു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. അവൻ വേഗത്തിൽ മേശപ്പുറത്തിരുന്ന ഇന്റർകോം ഫോൺ എടുത്ത് വിരലുകൾ ചലിപ്പിച്ചു. ഡെസ്കിലിരുന്ന ഫോൺ ബെല്ലടിച്ചപ്പോൾ നിയ പെട്ടെന്ന് ഞെട്ടി കണ്ണുകൾ തുടച്ചു. ഡിസ്പ്ലേയിൽ GM ക്യാബിൻ എന്ന് കണ്ടതും അവൾ ഭയത്തോടെ ശ്വാസം അടക്കി പിടിച്ചു. വീണ്ടും അർജുൻ സാർ വഴക്ക് പറയാൻ വിളിക്കുകയാണോ? അവൾ ഭയത്തോടെ ഫോൺ എടുത്തു. നിയ, ഒന്ന് ക്യാബിനിലേക്ക് വാ. അർജുന്റെ ശബ്ദം കേട്ടു. ശരി സാർ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പൈപ്പിനടുത്തു പോയി കണ്ണുകൾ വേഗത്തിൽ ഒന്ന് കഴുകി മുഖം തുടച്ചുകൊണ്ട് അവൾ ക്യാബിനിലേക്ക് നടന്നു. ചെല്ലാൻ വൈകിയാൽ വീണ്ടും അലർച്ച കേൾക്കേണ്ടി വരുമെന്ന ഭയത്തോടെയാണ് അവൾ വാതിൽ തള്ളി അകത്തേക്ക് കയറിയത്. സാർ വിളിച്ചോ? തല താഴ്ത്തിക്കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു. എന്നാൽ അവൾ പ്രതീക്ഷിച്ച അലർച്ചയോ ടേബിളിൽ അടിക്കുന്ന ശബ്ദമോ അവിടെ ഉണ്ടായില്ല. അവന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകാറുള്ള ആ കലിപ്പു ഭാവമായിരുന്നില്ല. എന്താ നിയ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ വളരെ ശാന്തമായി സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചു. നീ കരയുന്നത് ഞാൻ ക്യാമറയിൽ കണ്ടതുകൊണ്ടാ വിളിപ്പിച്ചത്. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അർജുന്റെ ആ ചോദ്യം കേട്ട് നീ അത്ഭുതത്തോടെ തല ഉയർത്തി അവനെ നോക്കി. എപ്പോഴും ഗർജിക്കാറുള്ള അർജുൻ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അത് സാർ, അവൾക്ക് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. നോക്കൂ നിയ, അർജുൻ അവളെ നോക്കി. ഞാൻ നിങ്ങളോടൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് മനസ്സിലൊന്നും വിചാരിക്കരുത്. വർക്ക് ഓൾറെഡി ഡിലേ ആണ്. അതിന്റെ കൂടെ ബാക്കി കൂടി പെൻഡിങ് ആകുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഭ്രാന്ത് വരുന്ന അവസ്ഥയാണ്. പെർഫെക്ഷൻ വേണമെന്നില്ല, ബട്ട് വർക്ക് തീരണമെന്നുള്ള വാശിയുള്ളതുകൊണ്ട് അറിയാതെ അലറിപ്പോകുന്നതാണ്. അല്ലാതെ വ്യക്തിപരമായി ആരോടും എനിക്ക് യാതൊരു വിരോധവുമില്ല. അവൻ വളരെ സൗമ്യമായി പറഞ്ഞു. എപ്പോഴും ദേഷ്യപ്പെടാറുള്ള അർജുൻ സ്വയം തിരുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നിയക്കെന്തോ വല്ലാതെ സങ്കടം വന്നു.
അവന്റെ അപ്രതീക്ഷിതമായ സൗമ്യത അവളുടെ ഉള്ളിലെ സങ്കടങ്ങളുടെ അണക്കെട്ട് പൊട്ടിക്കാൻ പോന്നതായിരുന്നു. കാര്യം എന്താണെങ്കിലും കരഞ്ഞതെന്തിനാണെന്ന് പറഞ്ഞോളൂ നിയ. അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വീണ്ടും ചോദിച്ചു. ഇവിടെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ? ആ ചോദ്യം കേട്ടതും നിയയുടെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങി. രാഹുൽ കാന്റീനിൽ വെച്ച് ഭീഷണിയോടെ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും അലയടിച്ചു. നീ ഇതാരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഓഫീസിൽ നിന്നെ കുറിച്ച് കേൾക്കാൻ അറയ്ക്കുന്ന കഥകൾ ഉണ്ടാക്കി പരത്തും. അർജുൻ സാറിനോട് പറഞ്ഞ നിന്റെ ജോലി ഞാൻ കളയിക്കും. രാഹുലിന്റെ ആ ക്രൂരമായ മുഖവും അവൻ അയച്ചു വിടാൻ പോകുന്ന കള്ളക്കഥകളും നിയയുടെ മനസ്സിൽ വലിയൊരു ഭീതിയായി പടർന്നു. രാഹുൽ പുറമെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. താനിപ്പോൾ അർജുൻ സാറിനോട് രാഹുലിനെയും പ്രിയയെയും പറ്റി പറഞ്ഞാൽ തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് രാഹുൽ അത് പൂർണ്ണമായും നിഷേധിക്കും. പോരാത്തതിന് തനിക്കെതിരെ ഓഫീസിൽ ഇല്ലാത്ത അപവാദങ്ങൾ ഉണ്ടാക്കി പരത്തുകയും ചെയ്യും. സ്വന്തം മാനത്തിന്റെ കാര്യമോർത്ത് അവൾ ഉള്ളിൽ വിറച്ചുപോയി. താൻ കാരണം ഓഫീസിൽ വലിയൊരു പ്രശ്നമുണ്ടാകുമെന്നും രാഹുൽ തന്റെ ജീവിതം നശിപ്പിക്കുമെന്നുമുള്ള ഭയം അവളെ പൂർണ്ണമായും കീഴടക്കി. അവൾ കഷ്ടപ്പെട്ട് തന്റെ വിറയലടക്കി അർജുന്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി പറഞ്ഞു. ഇല്ല സാർ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പെട്ടെന്ന് നല്ലൊരു തലവേദന വന്നതാണ് സാർ. ആ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ. അതുകൊണ്ടാ ഞാൻ അറിയാതെ കരഞ്ഞു പോയത്. രാഹുലിന്റെ പേര് മനഃപൂർവ്വം അതിലേക്ക് ഇട്ടുകൊടുക്കാതെ അവൾ തന്റെ ഉള്ളിലെ ഭയത്തെ അർജുനിൽ നിന്ന് പൂർണ്ണമായും മറച്ചു വെക്കുകയായിരുന്നു. അർജുൻ അപ്പോൾ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവൾ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായെങ്കിലും അവൻ കൂടുതൽ നിർബന്ധിച്ചില്ല. ഓക്കെ, എന്തായാലും നീ കഴിഞ്ഞ ദിവസം ചെയ്തു തന്ന വർക്കുകൾ ഉണ്ടല്ലോ, അത് ക്ലയൻസിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെന്നെ വിളിച്ച് പേഴ്സണലായി അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. നിയയോട് അത് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അർജുന്റെ മുഖത്തൊരു നേർത്ത പുഞ്ചിരി മിന്നി മറഞ്ഞു. വരൂ, നമുക്കൊരു ചായ കുടിക്കാം. അവൻ മേശപ്പുറത്തിരുന്ന കാറിന്റെ കീയും ഫോണും എടുത്തുകൊണ്ട് പറഞ്ഞു. സാർ, ചായയോ? നീ അത്ഭുതപ്പെട്ടു. അതെ, ഈ തലവേദനയ്ക്കുള്ള ഏറ്റവും നല്ല മരുന്ന് ഒരു ചൂട് ചായയാണ്. നിയ വരൂ. അർജുൻ മുന്നോട്ട് നടന്നു. മടിച്ചാണെങ്കിലും നിയ പതിയെ അവന്റെ ഒപ്പം നടന്നു. ഓഫീസിലെ കലിപ്പനായ ജനറൽ മാനേജർ ഒരു സാധാരണ സ്റ്റാഫിനൊപ്പം കാന്റീനിലേക്ക് നടന്നു പോകുന്നത് അവിടുത്തെ ഓഫീസ് ബോയ് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കാന്റീനിലെത്തിയപ്പോൾ ആളുകൾ കുറവായിരുന്നു. അർജുൻ അവർക്ക് രണ്ടുപേർക്കുമായി 2 പ്രീമിയം ചായയും സ്നാക്സും ഓർഡർ ചെയ്തു. രണ്ടുപേരും ഒരു കോർണർ ടേബിളിൽ ചെന്നിരുന്നു. ചൂട് പറക്കുന്ന ചായ ഗ്ലാസ് അർജുൻ അവൾക്ക് നേരെ നീട്ടി. കുടിച്ചോളൂ, തലവേദനയ്ക്കൊരാശ്വാസം കിട്ടും, അവൻ പറഞ്ഞു. നീ ആ ചായ ഗ്ലാസ് കയ്യിലെടുത്തു. ആ ചൂട് അവളുടെ വിറയ്ക്കുന്ന കൈകൾക്കൊരു പ്രത്യേക ആശ്വാസം നൽകി. സാർ, എന്നെ കൂട്ടി ഇവിടെ വന്നത്? നിയ പതുക്കെ ചോദിച്ചു. അർജുൻ അപ്പോൾ ഒരു സിപ്പ് ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാഫൊക്കെ ഇന്ന് വേഗത്തിൽ ജോലി കഴിഞ്ഞു പോയല്ലോ. പിന്നെയാണെങ്കിൽ ഈ വർക്കിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് നിയയാണല്ലോ. അപ്പോൾ ഈ ട്രീറ്റ് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നത് നിയ തന്നെയല്ലേ? അർജുൻ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ സത്യസന്ധമായ ഒരു പ്രശംസയുണ്ടായിരുന്നു. നിയ ആ ചായ കുടിക്കുമ്പോൾ അവളുടെ മനസ്സൊന്ന് തണുക്കുകയായിരുന്നു. ഓഫീസിൽ എല്ലാവരും പേടിക്കുന്ന, എല്ലാവരോടും എപ്പോഴും ദേഷ്യപ്പെടുന്ന അർജുൻ തങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ചൂടൻ മാത്രമല്ലെന്ന് അവൾക്ക് തോന്നി. പുറമേയുള്ള കലിപ്പ് മുഖംമൂടിക്കുള്ളിൽ സ്വന്തം ജീവനക്കാരുടെ വിഷമം മനസ്സിലാക്കാനും അവരുടെ നല്ല ജോലിയെ അംഗീകരിക്കാനും കഴിവുള്ള വലിയൊരു നന്മയുള്ള മനസ്സുണ്ടെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. പുറമെ മാന്യന്മാരായി നടന്ന് ഉള്ളിൽ വിഷം കൊണ്ട് നടക്കുന്ന രാഹുലിനേക്കാൾ എത്രയോ മുകളിലാണ് പുറമെ ദേഷ്യം കാണിച്ച് ഉള്ളിൽ സത്യസന്ധതയും നന്മയും കാത്തു സൂക്ഷിക്കുന്ന അർജുൻ എന്ന് നിയയ്ക്ക് ബോധ്യപ്പെട്ട നിമിഷം. രാഹുൽ സൃഷ്ടിച്ച ഭീതിക്കിടയിലും അർജുൻ നീട്ടിയ ഒരു ഗ്ലാസ് ചായ നിയയ്ക്ക് വലിയൊരു ആത്മവിശ്വാസമായി മാറുകയായിരുന്നു. അതേസമയം അർജുനും നിയയും കാന്റീനിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ദൂരെ ഒരിടത്തു നിന്ന് രാഹുൽ കാണുന്നുണ്ടായിരുന്നു. നിയ താൻ ബാത്റൂമിൽ വെച്ച് പറഞ്ഞ കാര്യം അർജുനോട് പരാതിപ്പെടുകയാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ഉള്ളിൽ ഭയവും ദേഷ്യവും ഇരച്ചു കയറിയ രാഹുലിന്റെ ആകെ നിയന്ത്രണം തെറ്റി. ഇവളെന്റെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇവളെ അങ്ങ് നശിപ്പിച്ചേക്കാം എന്നൊരു ക്രൂരമായ ചിന്ത അവന്റെ മനസ്സിൽ ഉദിച്ചു. അവൻ പെട്ടെന്ന് തന്നെ ഓഫീസിലെ സ്റ്റാഫ് ഡാറ്റാബേസ് തുറന്ന് നിയയുടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ തപ്പിയെടുത്തു. ആരും അറിയാതെ അവൻ ആ നമ്പറിലേക്ക് വിളിച്ചു. മറുതലയ്ക്കൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് നിയയുടെ അച്ഛൻ സിറ്റൌട്ടിലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. അയാൾ ഗൗരവത്തിൽ ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ, ആരാണ്? മറുതലയ്ക്കൽ കനത്തൊരു ശബ്ദമാണ് രാഹുൽ കേട്ടത്. കേണൽ വിക്രമൻ നായർ. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച അങ്ങേയറ്റം കടുപ്പക്കാരനായ ഒരു മനുഷ്യൻ. മൂത്ത മകൾ രുദ്ര ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയതിൽ പിന്നെ കുടുംബത്തിന്റെ മാനം നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ച് നിയയോട് വല്ലാത്ത കർശന നിലപാടിലായിരുന്നു അയാൾ.
രാഹുൽ ഓഫീസിലെ ഒരു കോർണറിൽ മാറി നിന്ന് ചുറ്റുമാരുമില്ലെന്ന് ഉറപ്പുവരുത്തി വളരെ വിനയവും എന്നാൽ വിഷം കലർന്നതുമായ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. ഹലോ സാർ, ഇത് നിയയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, രാഹുൽ പറഞ്ഞു. ഓഫീസിൽ നിന്നോ? ആരാണ് സംസാരിക്കുന്നത്? വിക്രമൻ നായരുടെ ശബ്ദത്തിൽ പെട്ടെന്നൊരാകാംക്ഷ പടർന്നു. ഇല്ല സാർ, ഞാൻ പേര് പറയുന്നില്ല, രാഹുൽ ഒച്ച താഴ്ത്തി വളരെ തന്ത്രപൂർവ്വം പറഞ്ഞു. ഞാൻ ഓഫീസിലെ ഒരു സാധാരണ സ്റ്റാഫാണ്. ഞാൻ വിളിച്ച കാര്യം നീ ഒരിക്കലും അറിയരുത്. അവൾ അറിഞ്ഞാ പിന്നെ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. എന്നാലും സാറിനോട് ഇത് പറയണമെന്ന് തോന്നി. കാരണം കുടുംബത്തിന്റെ മാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് സാറെന്ന് ഞങ്ങൾക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. വിക്രമൻ നായരുടെ നിയന്ത്രണം വിടാൻ തുടങ്ങിയിരുന്നു. സാർ, നിങ്ങളുടെ മകൾ നിയ, രാഹുൽ കള്ളം കെട്ടിച്ചമച്ച് പറഞ്ഞു തുടങ്ങി. അവളും ഇവിടുത്തെ മാനേജർ അർജുനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല പോകുന്നത്. ജോലി സമയം കഴിഞ്ഞിട്ടും രണ്ടുപേരും ക്യാബിനിൽ ഒറ്റയ്ക്കാണ്. ഇപ്പതാ അവര് ക്യാൻറ്റീനിൽ തനിച്ചിരുന്ന് അനാവശ്യമായി കെട്ടിപ്പിടിച്ചും കൈകോർത്തു പിടിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. ഓഫീസിലുള്ളവർ മുഴുവൻ ഇത് കണ്ട് ആക്ഷേപിച്ച് ചിരിക്കുകയാണ്. സാർ, എന്താടാ നീ പറഞ്ഞത്? കേണലിന്റെ രക്തം തിളച്ചു മറിഞ്ഞു. സത്യമായ കാര്യമാ സാർ ഞാൻ പറയുന്നത്. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ മാനം മുഴുവൻ അവൾ കളയും. വീട്ടിൽ നിന്ന് നല്ല അച്ചടക്കം പഠിപ്പിച്ച് ഓഫീസിലേക്ക് വിട്ടാൽ നിങ്ങൾക്ക് നല്ലത്, ഞങ്ങൾക്കും നല്ലത്. ഞാൻ വിളിച്ച കാര്യം എന്തായാലും അവൾ അറിയരുത്. അത്രയും പറഞ്ഞ് രാഹുൽ ഫോൺ കോൾ പെട്ടെന്ന് കട്ട് ചെയ്തു. ശേഷം രാഹുൽ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി തന്റെ മുഖത്ത് വിടർന്ന ക്രൂരതയുടെ മുഖം ആസ്വദിച്ചു. രാഹുലിന്റെ വാക്കുകൾ വിക്രമൻ നായരുടെ ചെവിയിൽ കനൽ പോലെയാണ് വന്നു വീണത്. മൂത്ത മകൾ വരുത്തിവെച്ച നാണക്കേട് ഉള്ളിൽ പുകയുന്നതിനിടയിൽ രണ്ടാമത്തെ മകളും കുടുംബത്തിന് കളങ്കമുണ്ടാക്കാൻ നടക്കുകയാണെന്ന ചിന്ത അയാളുടെ തലച്ചോറിനെ വല്ലാതെ ചൂടാക്കി. ദേഷ്യം കൊണ്ട് അയാളുടെ കണ്ണ് കാണാതായി. ഇതൊന്നും അറിയാതെ അർജുൻ നൽകിയ ആശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും ജോലി സമയം കഴിഞ്ഞ് നിയ വീട്ടിലെത്തി. ചെരുപ്പ് അയച്ചു വെച്ച് ബാഗും പിടിച്ച് അവൾ സമാധാനത്തോടെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഉള്ളിൽ നിന്ന് വിക്രമൻ നായർ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നത്. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങുവാണോ? നീ അപ്പോൾ ഒന്നും അറിയാതെ പതുക്കെ ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. പകരം തന്റെ പാൻസിന്റെ ലെതർ ബെൽറ്റ് ഊരിയെടുത്തു. നീ എവിടെ പോയിട്ടടി വരുന്നത്? വിക്രമൻ നായരുടെ ശബ്ദം ആ വീട് മുഴുവൻ മുഴങ്ങി. അച്ഛാ, ഞാൻ ഓഫീസിൽ. മിണ്ടിപ്പോകരുത്, അയാൾ അലറി. മൂത്തവൾ ഒളിച്ചോടി പോയപ്പോളെ ഞാൻ പറഞ്ഞതാ നിന്നെ ഇനി ജോലിക്ക് വിടണ്ടെന്ന്. നീയും കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്ന ആൾക്കാരെ കൊണ്ട് എന്റെ മുഖത്ത് തുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേടി. അച്ഛാ, എന്തായി പറയുന്നേ? നീ ആ കാര്യം അറിയാതെ പരിഭ്രമിച്ചു. മാനേജറുടെ കൂടെ ഇരുന്ന് അയിഞ്ഞാടാനാണോടി നിന്നെ ഞാൻ ജോലിക്ക് വിട്ടത്? ആ വാക്കുകൾ പറഞ്ഞു തീർന്നതും വിക്രമൻ നായർ കയ്യിലിരുന്ന ബെൽറ്റ് എടുത്ത് അവളെ ആഞ്ഞടിച്ചു. കനത്ത ലെതർ ബെൽറ്റ് അവളുടെ പുറത്താഞ്ഞു വീണു. നിയ വേദന കൊണ്ട് അലറി വിളിച്ചുപോയി. അയ്യോ അച്ഛ, അടിക്കല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ നിലത്ത് വീണ് കരഞ്ഞു. പക്ഷേ ആക്രോശിച്ചുകൊണ്ട് അയാൾ വീണ്ടും വീണ്ടും അവളെ അടിച്ചു. അവളുടെ നേർത്ത കുർത്ത കീറി, പുറത്തെ തോൽ പൊളിഞ്ഞു ചോര തിണർത്തുകൂടി. നിയയുടെ കരച്ചിൽ കേട്ട് അടുക്കളയിൽ നിന്ന് അമ്മ ശാന്ത അപ്പോൾ ഓടി വന്നു. അയ്യോ, എന്താ മനുഷ്യ നിങ്ങളീ കാണിക്കുന്നേ? എന്റെ മോളെ കൊല്ലല്ലേ? അമ്മ ഇടയിൽ കയറി പിടിച്ച് അയാളെ പിന്നിലേക്ക് മാറ്റി. മാറി നിൽക്കടി അവിടുന്ന്. വിക്രമൻ നായർ വിറയ്ക്കുന്ന വിരൽ നിയയ്ക്ക് നേരെ ചൂണ്ടി. ഇനി ഇവളി വീടിന് പുറത്തിറങ്ങിയാൽ ഞാൻ ഇവളെ പച്ചയ്ക്ക് കൊന്നു തള്ളും. ഇനി നീ ഒരു ജോലിക്കും പോകണ്ട, അടങ്ങി ഇവിടെ കിടന്നോണം. അയാൾ ദേഷ്യത്തോടെ ബെൽറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് മുറിയിലേക്ക് നടന്നുപോയി. നിലത്ത് കിടന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന നിയയെ അമ്മ താങ്ങിപ്പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കട്ടിലിൽ കിടത്തിയപ്പോൾ പുറത്തെ പുകച്ചിൽ കാരണം നിയയ്ക്ക് നിവർന്നു കിടക്കാൻ പോലും കഴിഞ്ഞില്ല. അമ്മ വേഗത്തിൽ നനഞ്ഞ തുണിയെടുത്ത് അവളുടെ പുറത്തെ മുറിവുകൾ പതുക്കെ തുടച്ചു കൊടുത്തു. എന്തിനാ മോളെ നീ ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലും സംസാരത്തിന് പോകുന്നത്? അമ്മ കണ്ണുനീരോടെ ചോദിച്ചു. നിന്റെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ. ഞാൻ തന്നെ പേടിച്ചിട്ടാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത്. രുദ്ര പോയതിനു ശേഷം നമ്മളെ തന്നെ അച്ഛന് സംശയമാണ്. നീ അപ്പോൾ തലയിണയിൽ മുഖം അമർത്തി വിതുമ്പി. അമ്മേ, സത്യമായിട്ടും സാറും ഞാനും മാന്യമായാണ് സംസാരിച്ചത്. നിയ വിക്കി വിക്കി പറഞ്ഞു. സാർ എന്നെ ചായ കുടിക്കാൻ വിളിച്ചപ്പോ ഞാൻ പോയതാണ്. ഞാൻ ചെയ്തു കൊടുത്ത വർക്ക് ക്ലയൻസിന് ഇഷ്ടപ്പെട്ട് സാറിനെ വിളിച്ച് അഭിനന്ദിച്ചപ്പോ സാർ എന്നെ ആ വകയിൽ ഒരു ചായ കുടിക്കാൻ വിളിച്ചു. സാർ വളരെ മാന്യതയുള്ള ആളാണ്. അച്ഛൻ പറയുന്ന പോലെ ഒന്നുമില്ല. ഇതാരോ കരുതിക്കൂട്ടി വിളിച്ചു പറഞ്ഞതാ, അല്ലാതെ ഒന്നും അവിടെ നടന്നിട്ടില്ല. അവൾ പതുക്കെ തല ഉയർത്തി അമ്മയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അമ്മേ, ഞാൻ ജോലിക്ക് പോകുന്നത് അവിടെ വലിയ സന്തോഷവും സമാധാനവും ഉള്ളതുകൊണ്ടൊന്നുമല്ല അമ്മേ. വീടിനേക്കാൾ കുറച്ചുകൂടി ഭേദമാണ് ജോലി സ്ഥലമെന്ന് കരുതിയിട്ടാ. ഇവിടെ എന്നും ഈ ഭയവും കുറ്റപ്പെടുത്തലും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുന്നത്. ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഈ ഗതിയാണെങ്കിൽ ഞാനിനി...
അവളുടെ ആ വാക്കുകൾ കേട്ട് അമ്മ ശാന്ത നിയയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പുറത്തെ ചോര തിണർത്ത മുറിവുകളേക്കാൾ താൻ ചെയ്യാത്ത തെറ്റിന് കിട്ടിയ ആ അടി നിയയുടെ മനസ്സിനെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു. പുറത്തെ തൊലി പൊളിഞ്ഞ വേദന കാരണം രാത്രി മുഴുവൻ നിയയ്ക്ക് കിടക്കാൻ കഴിഞ്ഞിരുന്നില്ല. വശങ്ങളിലേക്ക് തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റാത്തത്ര നീറ്റലായിരുന്നു പുറത്ത്. അമ്മ കൊണ്ടുവച്ച നനഞ്ഞ തുണിയും പറ്റിച്ച് കണ്ണുനീരൊഴുക്കി അവൾ കിടക്കുമ്പോൾ അവൾക്കൊരു കാര്യം വ്യക്തമായി ഊഹിക്കാമായിരുന്നു. ഈ ചതി ചെയ്തത് വേറെ ആരുമല്ല, രാഹുൽ തന്നെയാണ്. താൻ ബാത്റൂമിൽ വെച്ച് അവന്റെയും പ്രിയയുടെയും അനാവശ്യ ബന്ധം കണ്ടതും ക്യാൻറ്റീനിൽ വെച്ച് അവൻ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം അവളുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞു. അർജുൻ സാറിനോട് താൻ അത് പരാതിപ്പെടുകയാണെന്ന് കരുതിയായിരിക്കും അവൻ വീട്ടിലേക്ക് വിളിച്ച് ഇല്ലാത്ത കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞെരിവ് കയറ്റിയത്. അവന്റെ മാന്യതയുടെ പിന്നിലെ ക്രൂരവും നീചവുമായ മുഖം ഓർക്കുന്തോറും നിയയുടെ ഉള്ളിൽ അറപ്പും കനത്ത ദേഷ്യവും പുകഞ്ഞു. രാവിലെ ആയപ്പോഴേക്കും നിയയ്ക്ക് കടുത്ത പനി തുടങ്ങി. ഭയവും മാനസികമായ ആഘാതവും വേദനയും കാരണം അവളുടെ ശരീരം തീ പോലെ തിളയ്ക്കുകയായിരുന്നു. കണ്ണു തുറക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ഓഫീസിൽ വിളിച്ചൊന്ന് ലീവ് പറയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. മൂത്ത മകൾ ഒളിച്ചോടിപ്പോയ അന്ന് മുതൽ അച്ഛൻ അവളുടെ കയ്യിൽ ഒരു ഫോൺ പോലും കൊടുത്തിരുന്നില്ല. ലാൻഡ് ഫോൺ ഇരിക്കുന്നത് അച്ഛന്റെ കണ്ണെത്തുന്ന ഇടത്താണ് താനും. കടുത്ത ദേഷ്യവുമായി അച്ഛൻ വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ലാൻഡ് ഫോണിൽ നിന്ന് ഓഫീസിലേക്ക് വിളിച്ചാൽ അത് വീണ്ടും വലിയൊരു ബഹളത്തിന് വഴിവെക്കും. അതുകൊണ്ട് തന്നെ ലാൻഡ് ഫോണിൽ നിന്ന് ഓഫീസിൽ വിളിച്ചു പറയാൻ അവൾക്ക് പേടിയായിരുന്നു. അവൾ മുറിയിൽ കമ്പിളി പുതച്ച് പനിച്ചു വിറച്ചങ്ങനെ കിടന്നു. അടുക്കളയിൽ നിന്ന് അമ്മ ഇടയ്ക്കിടെ വന്ന് നനഞ്ഞ തുണി നെറ്റിയിലിട്ടു കൊടുത്തു. മണിക്കൂറുകൾ നീണ്ട നിശബ്ദതയ്ക്ക് ഒരയവ് വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അച്ഛന്റെ പഴയ ഒരു കൂട്ടുകാരന്റെ മോളുടെ വിവാഹ റിസപ്ഷന്റെ ചടങ്ങ് ടൗണിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനായി വിക്രമൻ നായർ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ വരാൻ രാത്രിയാകും, ആര് ഫോൺ വിളിച്ചാലും എടുക്കണ്ട, ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ചു നോക്കും. നിങ്ങൾ മറ്റൊരു കോളിലാണെന്ന് കണ്ട വന്നിട്ട് രണ്ടിനും ഞാൻ കണക്കിന് തരും. പറഞ്ഞത് മനസ്സിലായോ? ഫോണിനടുത്തേക്ക് അവളെ വിടരുതെന്ന് വിക്രമൻ നായർ ഉമ്മറത്ത് നിന്ന് അമ്മയോട് കടുപ്പത്തിൽ പറയുന്നത് നിയ കേട്ടു. അവൾ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? അയാൾ താക്കീത് പോലെ പറഞ്ഞു. അച്ഛൻ പടിയിറങ്ങി പോയെന്ന് ഉറപ്പായപ്പോൾ നിയ കഷ്ടപ്പെട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ തല കറങ്ങുന്നുണ്ടായിരുന്നു. എങ്കിലും ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമെടുത്തിരുന്നു. വസ്ത്രത്തിനടിയിലെ മുറിവുകൾ നീറിപ്പുകയുമ്പോഴും നിയ പതുക്കെ നടന്ന അടുക്കളയിലെത്തി. അമ്മയുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. അമ്മേ, അവൾ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. എന്താ മോളെ, നീ എന്തിനാ എഴുന്നേറ്റത്? ചെന്ന് കിടക്ക്, നല്ല പനിയുണ്ടല്ലോ, അമ്മ വിഷമത്തോടെ പറഞ്ഞു. അമ്മേ, എനിക്കൊന്ന് ഓഫീസിൽ പോകണം. ഞാൻ ചെന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് ജോലി അവസാനിപ്പിച്ച് വരാം അമ്മേ, നിയ യാചിക്കുന്ന മട്ടിൽ പറഞ്ഞു. അയ്യോ മോളെ, നീ എന്തായി പറയുന്നേ? അമ്മ ഞെട്ടിപ്പോയി. അച്ഛൻ അറിഞ്ഞ നിന്നെ കൊന്നുകളയും. പോയി വരുമ്പോ നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ എന്താ നടക്കുക എന്ന് നിനക്കറിയില്ലേ? അച്ഛൻ വരുമ്പോ നീ ഇവിടെ വേണം, അമ്മ അവളോട് പറഞ്ഞു. പ്ലീസ് അമ്മേ. നിയയുടെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. ഇത്രയും കാലം ഞാൻ പണിയെടുത്ത കമ്പനിയല്ലേ അമ്മേ? ഒരു വാക്കുപോലും പറയാതെ, നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് ചെല്ലാതിരുന്നാൽ അവരെന്താ വിചാരിക്കുക? അത് ശരിയല്ല അമ്മേ. ഞാൻ ചെന്ന് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് അരമണിക്കൂറിനകം തിരിച്ചു വരാം. അച്ഛൻ വരാൻ രാത്രിയാകുമെന്നല്ലേ പറഞ്ഞത്? പ്ലീസ് അമ്മേ, എനിക്കൊന്നു പോകണം. ദേഷ്യപ്പെടുമെങ്കിലും അർജുൻ സാർ ഒരു പാവമാ. ഇന്നലെ എന്നോട് അത്ര മര്യാദയ്ക്കാ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി വരുന്നില്ലെന്ന കാര്യം എനിക്കൊന്നു പറയണം, ഒന്ന് ചെന്ന് സംസാരിക്കണം. മോളുടെ കരച്ചിലും അവളുടെ നിശ്ചയദാർഢ്യവും കണ്ടപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞു. ശരി, വേഗം പോയി വരണം മോളെ. അച്ഛനെങ്ങാനും നേരത്തെ വന്നാൽ നമ്മൾ രണ്ടാളും തീർന്നു, അമ്മ ഭയത്തോടെ അവളെ ഓർമ്മിപ്പിച്ചു. നിയ ഒന്ന് ചിരിച്ചു. ശേഷം കഷ്ടപ്പെട്ട് നല്ലൊരു ചുവപ്പ് കളർ ചുരിദാർ ഇട്ടു. പുറത്തെ മുറിവുകളിൽ ഡ്രസ്സ് തട്ടുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ വേദന അവൾ പല്ലിറുമ്മി സഹിച്ചു. മുടി ഒതുക്കി വെച്ച് മുഖത്തെ ക്ഷീണം പരമാവധി മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഒരു ഓട്ടോ കയറി ഓഫീസിലേക്ക് തിരിച്ചു. ഇൻഫിനിറ്റി ഗ്ലോബലിന്റെ മുന്നിൽ ഓട്ടോയിൽ ചെന്നിറങ്ങുമ്പോൾ നിയയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. എങ്കിലും അവൾ തളരാതെ ലിഫ്റ്റ് കയറി ഓഫീസിലേക്ക് നടന്നു. ഹാളിലേക്ക് കടന്നപ്പോൾ സഹപ്രവർത്തകർ ഓരോരുത്തരായി അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ തളർന്നു നടക്കുന്നത് കണ്ടപ്പോൾ മറ്റു സ്റ്റാഫുകൾ അത്ഭുതത്തോടെ നോക്കി. നിയ, എന്താ പറ്റിയേ? ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഇന്ന് ലീവായിരുന്നോ? അടുത്തുള്ള അനു ചോദിച്ചു. അതെ, നല്ല പനിയാണ്. നീ അധികം നീട്ടി പറയാതെ പതുക്കെ മറുപടി നൽകി. ശേഷം അവൾ തന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് വെള്ള പേപ്പർ എടുത്ത് അർജുന് കൊടുക്കാനുള്ള റെസിഗ്നേഷൻ ലെറ്റർ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി.
അവൻ അത് കൊടുത്ത് കാര്യങ്ങളൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞിറങ്ങണമെന്നതായിരുന്നു അവളുടെ ഉള്ളിൽ. അവൾ അവന്റെ ക്യാബിനിലേക്ക് നോക്കിയപ്പോൾ അത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അർജുൻ സാർ ക്യാബിനിലില്ലേ? അവൾ അപ്പോൾ അവിടേക്ക് വന്ന സെക്യൂരിറ്റിയോട് ചോദിച്ചു. ഇല്ല മോളെ, സാർ ക്ലയന്റ് മീറ്റിംഗിനായി പുറത്തു പോയതാ. അരമണിക്കൂറിനകം തിരികെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്തോളൂ, സെക്യൂരിറ്റി പറഞ്ഞു. നീയ അപ്പോൾ അവിടെയുള്ള വിസിറ്റേഴ്സ് ചെയറിലേക്ക് ചെന്നിരുന്നു. പനി കാരണം തലച്ചോറ് പുകയുന്നുണ്ടായിരുന്നു. എങ്കിലും അർജുൻ സാറിന് ലെറ്റർ കൊടുത്തിട്ട് പോകാമെന്ന് കരുതി അവൾ അവിടെ കാത്തിരുന്നു. അതേസമയം അല്പം അകലെയുള്ള തന്റെ ഡെസ്കിൽ ഇരുന്ന് രാഹുൽ അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. താൻ ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞു കൊടുത്ത വിഷം ക്രിയ ചെയ്തോ, വീട്ടിൽ എന്തെങ്കിലും പുകിലുണ്ടായോ എന്നറിയാനുള്ള ഒരു തരം ആകാംക്ഷ അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. നീ അത് കണ്ടെങ്കിലും അവന്റെ നേർക്ക് കണ്ണുയർത്താൻ പോലും നിൽക്കാതെ അർജുന്റെ വരവും കാത്ത് തല താഴ്ത്തി ആ കസേരയിൽ തന്നെ തളർന്നിരുന്നു. പെട്ടെന്നാണ് രാഹുൽ തന്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവളുടെ മുന്നിൽ നിന്നത്. അവന്റെ മുഖത്ത് എന്തോ ദുരൂഹമായ ഭാവമുണ്ടായിരുന്നു. നീയ ഒന്ന് വന്നേ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. രാഹുൽ താഴ്ന്ന ശബ്ദത്തിൽ എന്നാൽ ഒരൽപ്പം കർശനമായി പറഞ്ഞു. അവനെ അവിടെ കണ്ടതും നീ ആകെ പേടിച്ചു പോയി. അവളുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവനോടൊപ്പം തനിച്ചു പോകാൻ അവൾക്ക് ഭയമായിരുന്നു. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. സ്വയം അറിയാതെ നിയയുടെ മറുപടി അല്പം ഉച്ചത്തിലായിപ്പോയി. അവളുടെ ശബ്ദം കേട്ട് ഓഫീസിലെ ചില ജീവനക്കാരും റിസപ്ഷനിൽ ഇരുന്ന കുട്ടിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. അത് കണ്ടതും രാഹുൽ പെട്ടെന്ന് സമചിത്തത വീണ്ടെടുത്ത് ചുറ്റുമുള്ളവരെ നോക്കി കള്ളച്ചിരി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ലാട്ടോ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. ശേഷം അവൻ നിയയുടെ നേരെ തിരിഞ്ഞ് പല്ലിറുമ്മിക്കൊണ്ട് വളരെ ശബ്ദം താഴ്ത്തി ഭീഷണിപ്പെടുത്തി. നീ വന്നില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് നിന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കാൻ പോകുന്നതെന്ന് നിനക്കറിയണോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ സഹകരിച്ചു നിന്നാൽ നിനക്കും മാന്യമായി നടക്കാം, എനിക്കും മാന്യമായി നടക്കാം. ഇങ്ങോട്ട് വാടി. അത്രയും പറഞ്ഞ് അവൻ മുന്നോട്ട് നടന്നു. പേടിച്ചുകൊണ്ടാണെങ്കിലും അവന് പിറകെ പോകാതിരിക്കാൻ നിയയ്ക്ക് കഴിയില്ലായിരുന്നു. എത്ര ചീപ്പായ ആളാണ് അവനെന്നും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പരത്താൻ അവൻ ഒട്ടും മടിക്കില്ലെന്നും അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അവൻ അവളെ കൂട്ടി ആളനക്കമില്ലാത്ത പഴയ ബാത്റൂമിന്റെ വശത്തേക്കാണ് പോയത്. അവിടെ എത്തിയതും ചുറ്റും ആരുമില്ലെന്നുറപ്പുവരുത്തി രാഹുൽ പെട്ടെന്ന് കോപത്തോടെ അവളുടെ നേരെ തിരിഞ്ഞു. എടി, നീ എന്തൊക്കെയാ ഇന്നലെ അർജുൻ സാറിനോട് എന്നെ പറ്റി പറഞ്ഞത്? അവൻ അലറുന്ന മട്ടിൽ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീയ പേടിയോടെയും എന്നാൽ ദേഷ്യത്തോടെയും മറുപടി നൽകി. പറഞ്ഞില്ലേ, പിന്നെന്തായിരുന്നു? തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പുമായ നീയും അവനും കൂടെ ക്യാൻറ്റീനിലിരുന്ന് ഒരു സല്ലാപം. രാഹുൽ പുച്ഛത്തോടെ ചോദിച്ചു. അവന്റെ ആ വാക്കുകൾ കേട്ടതും നിയയുടെ നിയന്ത്രണം വിട്ടു. പുറത്തെ മർദ്ദനമേറ്റ നീറ്റലും പനിയുടെ സ്ട്രെസ്സും എല്ലാം കൂടെ അവളിൽ ദേഷ്യമായി ഇരച്ചു കയറി. നീയാണ് ഇന്നലെ എന്റെ വീട്ടിൽ വിളിച്ച് കളവ് പറഞ്ഞതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അവൾ പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി. ഭാര്യയും 2 കുഞ്ഞു മക്കളുമുള്ള ആളല്ലേ നിങ്ങൾ? താലി കെട്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച പെൺകുട്ടിയെ ചതിക്കാതിരിക്കാനുള്ള മനസാക്ഷിയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുകൂടെ? ചേ! അവൾ അവന് നേരെ മുഖം തിരിച്ചു. എന്നെ നീ മാന്യത പഠിപ്പിക്കുന്നോടി? രാഹുൽ കലിതുള്ളി അവളുടെ അടുത്തേക്ക് നിന്നു. ഞാൻ പോവുകയാണ്. നിങ്ങളോട് സംസാരിക്കാൻ തന്നെ എനിക്ക് അറപ്പാണ്. നീ ആ ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. അങ്ങനെ അങ്ങ് പോയാലോ? നിന്നെ ഇനി തന്ത ജോലിക്ക് വിട്ടില്ലെങ്കിൽ എനിക്കല്ലേ നിന്നെ മിസ്സാകുന്നത്? ഒന്ന് സഹകരിച്ചിട്ട് പോടി. അവൻ ഒട്ടും മറയില്ലാതെ അവളുടെ കയ്യിൽ ബലമായി കയറി പിടിച്ചു. കൈവിടടാ. നീയ പേടിച്ചരണ്ട് അലറി വിളിക്കാനാഞ്ഞതും ഒരു ഇടിമിന്നൽ പോലെ അർജുൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഓഫീസിലേക്ക് വരുന്ന വഴി രാഹുലും നിയയും കൂടെ ഒരു വശത്തേക്ക് കയറി പോകുന്നത് അർജുന്റെ കണ്ണിൽ പെട്ടിരുന്നു. സംശയത്തോടെ പുറകെ വന്ന അർജുൻ കണ്ടത് നിയയുടെ കയ്യിൽ ബലമായി കയറി പിടിക്കുന്ന രാഹുലിനെയാണ്. അത് കണ്ട നിമിഷം അർജുൻ മറ്റൊന്നും നോക്കാതെ രാഹുലിന്റെ നെഞ്ചിലേക്ക് കനത്തിൽ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അർജുന്റെ ആ ചവിട്ടിൽ രാഹുൽ തെറിച്ച് ഭിത്തിയിലടിച്ച് നിലത്ത് വീണു. അവന്റെ നെഞ്ചു പൊളിയുന്ന വേദനയിൽ അവൻ പിടഞ്ഞുപോയി. അർജുന്റെ ആ കാടൻ ഭാവം കണ്ട് രാഹുൽ ആകെ പേടിച്ചു പോയി. നിയയും ഭയന്നു വിറച്ച് ഒരൽപ്പം ബാക്കിലേക്ക് മാറി അർജുനെ തന്നെ നോക്കി നിന്നു. നീ ഇത്തരക്കാരനായിരുന്നോടാ? അർജുൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ തീ പാറി. ഇങ്ങോട്ട് വാടാ നീ. അവൻ രാഹുലിന്റെ കോളറിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഷർട്ടിന് പിടിച്ച് വലിച്ച് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം അത്ഭുതത്തോടെയും പേടിയോടെയും കൂടി നോക്കി നിൽക്കെ അർജുൻ അവനെ ക്യാബിനിന്റെ മുന്നിലേക്ക് തള്ളിയിട്ടു. എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്ക്, നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം കേൾക്കണോ? അർജുന്റെ ശബ്ദം ആ ഓഫീസ് മുഴുവൻ മുഴങ്ങി. ഇവൾ ചെയ്തൊരു വർക്ക് അത്രയും എഫിഷ്യന്റ് ആയപ്പോൾ അതിന് അപ്രീസിയേഷനായി ഞാൻ ഇന്നലെ ഇവളെ ക്യാൻറ്റീനിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു ടീ വാങ്ങിക്കൊടുത്തു. അതിന് ഇവൻ ഇവളുടെ വീട്ടിൽ വിളിച്ച് അനാവശ്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാനും ഇവളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. എന്നിട്ട് അത് കേട്ട് ദേഷ്യം കയറി ഇവളുടെ അച്ഛൻ എന്നെ തെറി പറയാൻ വിളിച്ചിരിക്കുന്നു.
ഈ കള്ള! അർജുൻ രാഹുലിനെ നോക്കി ഗർജിച്ചു. അങ്ങനെ ഒരു ബന്ധം വെക്കുന്നവനായിട്ടാണോ നിങ്ങളൊക്കെ എന്നെ കണ്ടിരിക്കുന്നത്? നിങ്ങളോടെല്ലാവരോടും എന്തെങ്കിലും വർക്കിന്റെ പേരിൽ ഞാൻ കയർത്തിട്ടുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും തരത്തിൽ മോശമായി ഞാൻ ഇതുവരെ പെരുമാറിയിട്ടുണ്ടോ? അർജുൻ രാഹുലിന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ട് ആ പേരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവൻ ഇന്നിവളെ ബാത്റൂമിന്റെ സൈഡിൽ കൊണ്ടുപോയി കയറി പിടിക്കാൻ നോക്കുന്നു. നീയൊക്കെ ഒരാണാണോടാ? അർജുൻ അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാഹുൽ വിളിച്ച് അപവാദം പറഞ്ഞതിനെ തുടർന്ന് അച്ഛൻ അർജുനെ ഫോണിൽ വിളിച്ച് തെറി വിളിച്ച കാര്യം നീ അറിയുന്നത്. അർജുൻ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു, ഇതുവരെ എനിക്ക് ആരോടും പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഇവൻ പറഞ്ഞുണ്ടാക്കിയ കഥ കാരണം ഇവൻ പറഞ്ഞുണ്ടാക്കിയതുപോലെ തന്നെ എനിക്ക് ഇവളോടിപ്പോൾ എന്തോ ഒരിഷ്ടം തോന്നുന്നുണ്ട്. അതങ്ങ് സത്യമാകട്ടെ എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അത് കേട്ടതും നീയ ഞെട്ടിപ്പോയി. അവനപ്പോൾ സെക്യൂരിറ്റിയുടെ നേരെ തിരിഞ്ഞു. ദേവേട്ട, ഇവനെ പിടിച്ച് ഇപ്പൊ തന്നെ പുറത്താക്ക്. സ്റ്റീഫ, ഇവന്റെ സെറ്റിൽമെന്റും പേയ്മെന്റും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ അക്കൗണ്ട്സിൽ പറഞ്ഞ് ക്ലോസ് ചെയ്തേക്ക്. ഇനി ഈ ഓഫീസിന്റെ പരിസരത്ത് ഇവനെ കണ്ടുപോകരുത്. ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോടാ. അർജുൻ വീണ്ടും അവന് നേരെ വന്നപ്പോൾ രാഹുൽ നാണം കെട്ട് തല താഴ്ത്തി അവിടെ നിന്ന് വേഗം പുറത്തേക്ക് നടന്നു. അതിനുശേഷം അർജുൻ നിയയുടെ നേരെ തിരിഞ്ഞു. നിയ, ഒന്ന് ക്യാബിനിലേക്ക് വാ. അത് പറഞ്ഞ് അർജുൻ മുന്നോട്ടു പോയതും നിയ ഒന്ന് അവനെ നോക്കി. ശേഷം ചുറ്റുമുള്ള സ്റ്റാഫിനെ ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണുനീരോടെ വിറയ്ക്കുന്ന കാലുകളോടെ അവൾ അവന്റെ ക്യാബിനിലേക്ക് നടന്നു. അവൾ അകത്തെത്തിയതും ക്യാബിന്റെ ചില്ലുവാതിലുകൾ അടഞ്ഞു. അർജുൻ അപ്പോൾ പുറത്തുള്ളവർ അകത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടി ചില്ലുവാതിലിനിപ്പുറത്തുള്ള മരത്തിന്റെ ഡോർ ക്ലോസ് ചെയ്തു. പുറത്തെ കോലാഹലങ്ങളും കുശുകുശുപ്പുകളുമെല്ലാം ആ മുറിക്ക് വെളിയിൽ തന്നെ ഒടുങ്ങി. വിശാലമായ എയർ കണ്ടീഷൻ മുറിയിൽ അപ്പോൾ ശാന്തമായ ഒരു നിശബ്ദത മാത്രം ബാക്കിയായി. അർജുൻ തന്റെ റിവോൾവിംഗ് ചെയറിലേക്ക് ഇരിക്കാതെ മേശപ്പുറത്ത് ചാരി നിന്ന് നിയയെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ ശരീരം മുഴുവൻ പനിയുടെ വിറയലിൽ അമർന്നിരുന്നു. കണ്ണുകൾ കരഞ്ഞു ചുവന്നു വീങ്ങിയിരിക്കുന്നു. പുറത്തെ കഠിനമായ വേദന കാരണം അവൾക്ക് നേരെ നിൽക്കാൻ പോലും കഴിയാതെ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് അവൾ നിന്നത്. നിയ, വാ, വന്നിരിക്കി. അർജുൻ മുന്നിലെ കസേരയിലേക്ക് വിരൽ ചൂണ്ടി വളരെ സൗമ്യമായി പറഞ്ഞു. നിയ അപ്പോൾ പതുക്കെ നടന്ന് കസേരയ്ക്കരികിലെത്തി. കസേരയിൽ പുറം തട്ടിയാൽ ഉണ്ടാകുന്ന വേദനയോർത്ത് അവൾ പുറം പിന്നിലേക്ക് തട്ടാത്ത വിധത്തിൽ പതിയെ ഇരുന്നു. അവളുടെ ഓരോ ചലനത്തിലും നിയലിക്കുന്ന കഠിനമായ അസ്വസ്ഥത അർജുന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പറയൂ നിയ, എന്താ കാര്യം? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? രാഹുൽ എന്തിനാണ് നിന്റെ വീട്ടിലേക്ക് വിളിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞത്? അർജുന്റെ ശബ്ദത്തിൽ ആകുലതയും അതേസമയം സത്യമറിയാനുള്ള താല്പര്യവും നിറഞ്ഞു നിന്നു. നീ അപ്പോൾ തന്റെ വിറയ്ക്കുന്ന കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് തല താഴ്ത്തി. അവളുടെ കണ്ണുകളിൽ നിന്നും വീണ്ടും കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങി അവൾ മടിയിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗിലേക്ക് വീണു. തൊണ്ടയിടറി വാക്കുകൾ പുറത്തേക്ക് വരാതെ അവൾ ഒന്ന് അമർത്തി വിതുമ്പി. സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാർ. അവൾ വിക്കി പറഞ്ഞു തുടങ്ങി. ഇന്നലെ സാർ എന്നെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ചായ വാങ്ങി തന്നപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസം തോന്നിയിരുന്നു. പക്ഷെ ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്ക് കാര്യങ്ങളെല്ലാം ആകെ തലകീയായി മറഞ്ഞിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എന്താ ഉണ്ടായത്? അർജുൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ സന്ധ്യയോടെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ അച്ഛനാകെ കല്ലി തുള്ളി നിൽക്കുകയായിരുന്നു സാർ. അച്ഛന്റെ കയ്യിൽ അപ്പോൾ പാന്റിന്റെ ലെതർ ബെൽറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയതും അച്ഛൻ എന്റെ നേരെ ആക്രോശിച്ചു. ആരുടെ കൂടെ ചുറ്റിയിട്ടാ വരുന്നതെന്ന് ചോദിച്ചലറി. നിയയുടെ വാക്കുകൾ അപ്പോൾ മുറിഞ്ഞു. ഇന്നലത്തെ ആ ദാരുണമായ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ അവളുടെ ശരീരം വീണ്ടും പേടിയോടെ വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞറിഞ്ഞു, ഓഫീസിലെ ഏതോ ഒരു ജീവനക്കാരൻ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ചെന്ന്. ഞാനും സാറും കൂടെ ക്യാബിനിലും കാന്റീനിലും വെച്ച് അനാവശ്യമായി കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയാണെന്നും അഴിഞ്ഞാടുകയാണെന്നും അവൻ അച്ഛനോട് വിളിച്ച് കള്ളം പറഞ്ഞു കൊടുത്തിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സാറെന്നെ പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്തതാണെന്നും ചായ കുടിക്കുക മാത്രമാണ് ചെയ്തതെന്നുമൊക്കെ ഞാൻ എത്രയോ തവണ കരഞ്ഞു പറഞ്ഞു. പക്ഷേ അച്ഛൻ എന്റെ ഒരു വാക്കുപോലും കേൾക്കാൻ തയ്യാറായില്ല. നിയ ചുരിദാറിന്റെ അറ്റത്ത് അമർത്തി പിടിച്ചുകൊണ്ട് വല്ലാതെ വിതുമ്പി. എന്റെ ചേച്ചി ഒളിച്ചോടിയതിൽ പിന്നെ അച്ഛന് ഞങ്ങളെ ആരെയും വിശ്വാസമില്ല സാർ. ആ ദേഷ്യവും വൈരാഗ്യവും മുഴുവൻ അച്ഛൻ എന്റെ മേലാണ് തീർക്കുന്നത്. അച്ചടക്കം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അച്ഛൻ ബെൽറ്റ് എടുത്ത് എന്നെ ആഞ്ഞടിക്കാൻ തുടങ്ങി. അവളുടെ വാക്കുകൾ കേട്ടതും അർജുന്റെ മുഖത്തെ ഭാവം മാറി. അവന്റെ കണ്ണുകൾ വിടർന്നു. വാട്ട്? ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നോ? അർജുൻ വിശ്വസിക്കാൻ കഴിയാതെ ഞെട്ടലോടെ ചോദിച്ചു. അതെ സാർ. നിയ തലയാട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കനത്ത ലെതർ ബെൽറ്റ് കൊണ്ട് അച്ഛൻ എന്നെ ഒരുപാട് അടിച്ചു സാർ. ഞാൻ നിലത്ത് വീണ് കരഞ്ഞു യാചിച്ചിട്ടും അച്ഛൻ നിർത്തിയില്ല. അമ്മ ഓടി വന്ന് ഇടയിൽ കയറി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ ബാക്കിയായത്.
എന്റെ ഡ്രസ്സ് വരെ കീറിപ്പോയി സാർ. പുറത്തെ തോല് പൊളിഞ്ഞ് ചോര തിണർത്ത് നിൽക്കുകയാണിപ്പോ. എനിക്ക് നേരെ കിടക്കാനോ നിൽക്കാനോ പോലും പറ്റുന്നില്ല. ശരീരമാസകലം പുകയുകയാണ്. രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാവിലെ ആയപ്പോൾ കടുത്ത പനിയും തുടങ്ങി. അർജുന്റെ നെഞ്ച് ആ നിമിഷം ഒന്ന് പിടഞ്ഞു. ഒരു പെൺകുട്ടിയെ, അതും അവൾ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ സ്വന്തം അച്ഛൻ ഇങ്ങനെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് കേട്ടപ്പോൾ അവന്റെ ഉള്ളിൽ സഹതാപവും കടുത്ത അമർഷവും ഒരുമിച്ചിരച്ചു കയറി. അവൻ ദേഷ്യത്തോടെ തന്റെ കൈ ചുരുട്ടിപ്പിടിച്ചു. അച്ഛൻ എന്താ നീയാ ഇങ്ങനെ? എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല, അർജുൻ പറഞ്ഞു. അതെ സാർ, അച്ഛൻ പണ്ടേ കുറച്ച് കൺട്രോളിംഗ് കൂടിയ കൂട്ടത്തിലാണ്. നിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളായതുകൊണ്ട് വീട്ടിനുള്ളിൽ എപ്പോഴും മിലിറ്ററി റൂളുകളാണ്. ചേച്ചി ഒളിച്ചോടിയതിൽ പിന്നെ ഞങ്ങളോട് വല്ലാത്ത സ്ട്രിക്റ്റ് ആണ്. എനിക്ക് സ്വാതന്ത്ര്യമോ ഒരു ഫോണോ പോലും ഇല്ല സാർ. ഇന്നലെ സാറിനെയും വിളിച്ച് അച്ഛൻ ഒരുപാട് ചീത്ത പറഞ്ഞിരുന്നെന്ന് സാർ പുറത്തു വെച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവളുടെ വാക്കുകൾ ഇടറി. അർജുൻ അപ്പോൾ ഒരു കനത്ത നെടുവീർപ്പോടെ തലയാട്ടി. ഇന്നലെ രാത്രി നിന്റെ അച്ഛൻ എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ച് എന്നോട് വളരെ മോശമായാണ് സംസാരിച്ചത്. ഞാൻ എത്ര വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടും അയാൾ കേൾക്കാൻ കൂട്ടാക്കിയില്ല. കാര്യമറിയാതെ ഞാൻ ആകെ ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പോഴാണ് കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ ബാധിച്ചത് നിന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. അർജുൻ അവളുടെ നേരെ അല്പം അടുത്തു വന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ സംശയത്തിന്റെ ഒരു നിഴൽ വീണ്ടും തെളിഞ്ഞു. പക്ഷേ നിയ, എനിക്കൊരു കാര്യം ഇപ്പോഴും മനസ്സിലാകുന്നില്ല. രാഹുലിന് നിന്നോട് ഇത്രയും ദേഷ്യം വരാൻ എന്താ കാരണം? അവൻ എന്തിന്റെ കേടായിരുന്നു? നീയും അവനുമായി മുൻപ് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടോ? അർജുൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും നിയയുടെ കണ്ണുകളിൽ ദേഷ്യവും അറപ്പും നിറഞ്ഞു. അത് രാഹുലിന്റെ കള്ളത്തരം ഞാൻ കണ്ടതുകൊണ്ടാണ് സാർ, നിയ പറഞ്ഞു. കള്ളത്തരമോ? എന്ത് കള്ളത്തരം? സാർ, അത് കുറച്ചു ദിവസം മുൻപ് ഞാൻ ക്യാൻറ്റീനിൽ പോകുന്ന വഴിക്ക് കണ്ണിലൊരു കരട് പോയത് കാരണം ലേഡീസ് വാഷ്റൂമിലേക്ക് പോയതായിരുന്നു. എന്നാൽ വാഷ്റൂമിന്റെ പുറകിലെ ആളനക്കമില്ലാത്ത ഇടനാഴിയിൽ വെച്ച് ഞാനൊരു കാഴ്ച കണ്ടു. നിയ അല്പം മടിച്ചു. എന്തു കണ്ടു? അർജുൻ ചോദിച്ചപ്പോൾ പറയാൻ നിയയ്ക്ക് അല്പം മടി തോന്നി. അത് സാർ, അവൾ ഒന്ന് പരിങ്ങി. കാര്യം വ്യക്തമായി പറഞ്ഞിയ? അർജുൻ വീണ്ടും ചോദിച്ചു. അവൾ അപ്പോൾ രാഹുലിനെയും പ്രിയയെയും അവിടെ വെച്ച് മോശമായി കണ്ട കാര്യം അർജുനോട് പറഞ്ഞു. അർജുൻ അപ്പോൾ കേട്ടത് വിശ്വസിക്കാനാകാതെ അവളെ നോക്കി. അതിനുശേഷം എന്നെ അവൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു സാർ. ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെപ്പറ്റി വളരെ മോശമായി എല്ലാവരോടും പറഞ്ഞു പരത്തുമെന്ന് പറഞ്ഞു. സാറിനോട് ഞാനത് പറഞ്ഞു കാണുമെന്ന് കരുതിയാവും വീട്ടിലേക്ക് വിളിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ ആകെ മരവിച്ചു പോയിരുന്നു. എയർ കണ്ടീഷന്റെ ശാന്തമായ തണുപ്പിൽ തളർന്നു നിൽക്കുന്ന നിയയുടെ വാക്കുകൾ കേട്ട് അർജുൻ ആകെ ഷോക്കായതുപോലെ നിൽക്കുകയായിരുന്നു. അവനത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നിയ. പ്രിയ എത്തരക്കാരിയാണോ? അർജുൻ ദേഷ്യവും മറപ്പും കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഇങ്ങനെ ഒരുത്തി ഇനി മുതൽ ഇവിടെ വേണ്ട. ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇപ്പൊ ഭർത്താവിന് പ്രമോഷൻ കിട്ടിയ വകയിൽ അയാളെയും പറഞ്ഞു പറ്റിച്ച് ട്രിപ്പ് അടിക്കാൻ പോയിരിക്കുകയാണ്. കഷ്ടം. അത്രയും പറഞ്ഞ് അർജുൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൻ തന്റെ കണ്ണുകൾ പതുക്കെ നിയയുടെ നേരെ തിരിച്ചു. പനിയുടെ ക്ഷീണത്തിലാണെങ്കിലും ഭംഗിയുള്ള അവളുടെ ആ കണ്ണുകളിലേക്ക് അവൻ നോക്കി നിന്നുപോയി. ആ കണ്ണുകളിൽ എന്തോ ഒരു പ്രത്യേക സൗമ്യതയും നിഷ്കളങ്കതയും ഒരു തരം നിശബ്ദമായ പ്രണയവും നിറഞ്ഞു നിൽക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ ഉള്ളിൽ നിയയോട് വല്ലാത്തൊരാർദ്രതയും ഒരുപാട് ഇഷ്ടവും ഇരച്ചു കയറി. നിയ, അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. രാഹുൽ അത് കഥയുണ്ടാക്കി പറഞ്ഞതാണെങ്കിലും എനിക്കെന്തോ ഇപ്പൊ നിന്നോട് വല്ലാത്തൊരിഷ്ടം തോന്നുന്നു. അർജുൻ അത് പറഞ്ഞതും നിയ ആകെ ഞെട്ടിപ്പോയി. വിശ്വസിക്കാനാകാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. സർ, അവളുടെ മുഖത്ത് ആശ്ചര്യമായിരുന്നു. അർജുൻ കസേരയിലേക്ക് അല്പം ചാരിയിരുന്ന് ഒരു നെടുവേർപ്പിട്ടു. നിന്റെ അച്ഛൻ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിയ. ഒരു പെൺകുട്ടിയെ ബെൽറ്റ് എടുത്തടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടതായിരുന്നു അവൻ ഏറ്റവും വലിയ വിഷമം. ഇതൊക്കെ ചെറുതാണ് സാർ. നിയ അപ്പോൾ കണ്ണുനീരോടെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കുഞ്ഞുനാള് മുതൽ എനിക്കും ചേച്ചിക്കും അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്നതിന് കണക്കില്ല. പട്ടാളക്കാരനാണെന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും അച്ഛന്റെ സ്വഭാവം മോശമായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പട്ടാളത്തിലുള്ള എല്ലാവരും സ്വന്തം മക്കളോട് ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർജുൻ അപ്പോൾ ഒന്ന് ചിന്തിച്ചു. അവൻ പെട്ടെന്ന് നിയയുടെ അരികിലേക്ക് അല്പം കൂടി അടുത്തു നിന്നു. എന്നാ പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോട്ടെ നിന്നെ? അവൻ തികച്ചും സ്നേഹത്തോടെ ചോദിച്ചു.
അവന്റെ ആ ചോദ്യം കേട്ട് അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും കാലം ദേഷ്യപ്പെടുക മാത്രം ചെയ്തിരുന്ന ആള് തന്നെയാണോ തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അവൾ ഒന്നും പറഞ്ഞില്ല. നീയ്ക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ആത്മാർത്ഥമായി പറയുന്നു, എനിക്ക് നീയെ ഇഷ്ടമാണ്. നീയെ വിചാരിക്കുന്നത്ര വലിയ ചൂടനൊന്നുമല്ല ഞാൻ. നീയ്ക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വിളിച്ചോട്ടെ. അവൻ അത് ചോദിച്ചപ്പോൾ നീയ ഒന്നും പറഞ്ഞില്ല. അയ്യോ സാർ, എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവൾക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എങ്കിൽ അത് വിടാം. ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവർ കല്യാണം കഴിച്ചു തരുമോ തന്നെ എനിക്ക്? സീരിയസ് ആയിട്ടാടോ? അർജുൻ ഒന്ന് ചിരിച്ചു. നീ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. സാർ, എനിക്കറിയില്ല. അച്ഛന്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. അവൾ പതുക്കെ പറഞ്ഞു. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ച നീ വരുമോ? എന്തോ തന്നോട് വല്ലാത്തൊരിഷ്ടം. അർജുൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. സാർ, എന്നോട് അങ്ങനെ ചോദിക്കരുത്. അവൾ പരിഭ്രമത്തോടെ കൈകൾ കൂപ്പി. ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ എന്റെ അമ്മയെ അങ്ങേര് അടിച്ചു കൊല്ലും. എനിക്ക് പേടിയാണ്. ലോകത്ത് ആരെയെങ്കിലും അത്രയ്ക്ക് പേടിക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛനെയാണ്. അച്ഛൻ പറയുന്ന ആരെയെങ്കിലും ഞാൻ കല്യാണം കഴിച്ചോളാം, അല്ലാതെ അച്ഛൻ എന്നെ ജീവിക്കാൻ വിടില്ല. നീ അത് പറയുമ്പോൾ അർജുൻ അവളുടെ കണ്ണുകളിലേക്ക് തറഞ്ഞൊന്നു നോക്കി. നിന്റെ അച്ഛനെ പോലെ തന്നെ ഉപദ്രവിക്കുന്ന ഒരാളാണ് വീണ്ടും വരുന്നതെങ്കിലോ? അപ്പൊ നീ എന്ത് ചെയ്യും? അവൻ ചോദിച്ചു. ആ ചോദ്യത്തിനു മുന്നിൽ നീയ്ക്ക് മറുപടി ഇല്ലാതെ പോയി. അവൾ നിശബ്ദയായി തല താഴ്ത്തി. അർജുൻ അപ്പോൾ അവളുടെ ആകുലത മനസ്സിലാക്കി പതുക്കെ പറഞ്ഞു. എനിക്കൊരമ്മച്ചിയുണ്ട് നീയ, ഒരു പാവം അമ്മച്ചി. അമ്മച്ചി മാത്രമേ ഉള്ളൂ എനിക്ക്. ആള് ക്രിസ്ത്യാനിയാ, ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് ഒരു പാവം. പണ്ട് എന്റെ അച്ഛനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് അമ്മച്ചിയുടെ വീട്ടിൽ നിന്നും പിന്നീട് ആരും സഹകരിച്ചിട്ടില്ല. നമുക്ക് നിന്റെ അമ്മയെ കൂടി അങ്ങോട്ട് കൂട്ടാം. അതെന്റെ അമ്മച്ചിക്ക് വലിയൊരു കൂട്ടാകും. എന്തെങ്കിലും മനസ്സുമാറി നിന്റെ അച്ഛൻ ഒരു നല്ല ആളാവുകയാണെങ്കിൽ അപ്പൊ നോക്കാം. അല്ലെങ്കിൽ ആ ബന്ധം അങ്ങ് വിട്ട് കളഞ്ഞേക്കണം. ടോക്സിക് ആയ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം പുറത്തു കടക്കുന്നത് തന്നെയാണ് നല്ലത്. എത്ര കാലം നിങ്ങൾക്ക് സഹിച്ചു നിൽക്കാൻ കഴിയും? അർജുൻ തന്റെ കുടുംബത്തെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമൊക്കെ അത്രയും ആത്മാർത്ഥമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ നീയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി. അവൾ വിതുമ്പലോടെ കണ്ണീരൊഴുക്കി. കരയേണ്ട നീയ, ജീവിതം ഇങ്ങനെയാണ്. പലർക്കും പല പ്രശ്നങ്ങളുമുണ്ട്. എല്ലാം ശരിയായി ആർക്കും കിട്ടില്ല. പണ്ട് എന്റെ അച്ഛനും അമ്മച്ചിയും ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. പക്ഷേ ഞാനൊരു നല്ല നിലയിലെത്തി സമ്പാദിച്ചു തുടങ്ങുമ്പോഴേക്കും ഞങ്ങളെ തനിച്ചാക്കി അച്ഛൻ അങ്ങ് പോയി. അന്ന് കുറെ വിഷമിച്ചിട്ടുണ്ട്. എങ്കിലും അമ്മച്ചിയെ നോക്കാൻ പറ്റുന്ന വിധത്തിൽ ഞാനൊരു നിലയിലെത്തിയ ശേഷമാണല്ലോ അച്ഛൻ പോയതെന്ന് ഓർക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സമാധാനം. അല്ലെങ്കിൽ ആരുമില്ലാത്ത ഞാനും അമ്മച്ചിയും ആകെ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. ജീവിതം അങ്ങനെയാണ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് തമ്പുരാൻ വെക്കും. എന്റെ അമ്മച്ചി എപ്പോഴും പറയുന്നതാ, നിനക്കിഷ്ടമാണെങ്കിൽ ഞാനുണ്ട് നിന്റെ കൂടെ. അർജുൻ അവളുടെ തോളിൽ ഒന്ന് തൊട്ട് തടവിക്കൊണ്ട് മെല്ലെ ചിരിച്ചു. അവൾ അപ്പോൾ തോളിലിരിക്കുന്ന അവന്റെ കൈയിലേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. പേടിക്കണ്ട, ഞാൻ പറഞ്ഞില്ലേ, നീ വിചാരിക്കുന്നത് പോലെ വലിയ കലിപ്പനൊന്നുമല്ല ഞാൻ. അവൻ ഒന്നുകൂടി ചിരിച്ചു. നീ അപ്പോൾ തന്റെ കണ്ണുകൾ തുടച്ച് അർജുനെ നോക്കി. എനിക്കറിയാം, ദേഷ്യപ്പെടുമെങ്കിലും സാർ ഒരു മോശക്കാരനല്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ വാക്കുകൾ കേട്ടതും അർജുന് സന്തോഷം അടക്കാനായില്ല. അവൻ പതുക്കെ കൈകൾ നീട്ടി നിയയെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. നിയയും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് എല്ലാ ഭയങ്ങളും മറന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അർജുൻ അവളെ പതുക്കെ ചേർത്ത് പിടിച്ച നിമിഷം അവളുടെ ശരീരത്തിൽ നിന്ന് ഇരച്ചു കയറുന്ന കനത്ത ചൂടാണ് അവൻ അനുഭവപ്പെട്ടത്. അവൻ പെട്ടെന്ന് അവളെ തന്നിൽ നിന്ന് അല്പം മാറ്റി നിർത്തി. നല്ല കടുത്ത പനിയുണ്ടല്ലോ നിനക്ക്. ശരീരം ആകെ ചുട്ടുപൊള്ളുകയാണല്ലോ. അവൻ ആകുലതയോടെ അവളുടെ നെറ്റിയിൽ കൈവച്ചു. അത് സാരമില്ല സാർ, ചെറിയൊരു പനിയാണ്. ഞാൻ പോയി മരുന്ന് കഴിച്ചോളാം. നീ ശബ്ദം താഴ്ത്തി പറഞ്ഞു. സാരമില്ല എന്നല്ല, വാ ഇപ്പൊ തന്നെ ഡോക്ടറുടെ അടുത്ത് പോകാം, അർജുൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അയ്യോ വേണ്ട സാർ, ഞാൻ വീട്ടിൽ പോയിക്കോളാം. അവൾ പരിഭ്രമിച്ചു. ഞാൻ പറയുന്നത് കേൾക്കുന്നിയ, ഈ അവസ്ഥയിൽ നിന്നെ ഞാൻ തനിച്ചു വിടില്ല. അർജുൻ നിർബന്ധിച്ച് അവളെ കാറിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ നിയയെ പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴാണ് വസ്ത്രത്തിനടിയിലെ മുറിവുകൾ കണ്ടത്. പുറത്തെ ചുരിദാർ പതുക്കെ മാറ്റി നോക്കിയ ഡോക്ടർ അപ്പോൾ ഞെട്ടിപ്പോയി. എന്താണിത്? പുറത്ത് വല്ലാത്ത മുറിവുകളും ചോര തിണർത്ത അടയാളങ്ങളും ഉണ്ടല്ലോ. ഇത് ബെൽറ്റ് കൊണ്ടോ മറ്റോ കിട്ടിയ അടിയാണല്ലോ. എന്താ ഉണ്ടായത് മോളെ? ഇത് പോലീസ് കേസ് ആക്കേണ്ട വിഷയമാണല്ലോ, ഡോക്ടർ ഗൗരവത്തിൽ അവളോട് ചോദിച്ചു. നിയയുടെ കണ്ണുകൾ അപ്പോൾ വീണ്ടും നിറഞ്ഞു. അയ്യോ വേണ്ട ഡോക്ടർ, കേസൊന്നും ആക്കരുത് പ്ലീസ്. ഇത് വീട്ടിലെ ഒരു പ്രശ്നമാണ്.
എന്റെ അച്ഛൻ ദേഷ്യം കൊണ്ട് തല്ലിയതാണ്. പ്ലീസ് പ്രശ്നമാക്കരുത്. എനിക്ക് കേസാക്കാൻ താല്പര്യമില്ല. അവൾ കരഞ്ഞുകൊണ്ട് യാചിച്ചു. നിയയുടെ ഭയം മനസ്സിലാക്കിയ ഡോക്ടർ അപ്പോൾ അർജുന്റെ നേരെ തിരിഞ്ഞു. ശരി, പക്ഷേ ഈ മുറിവുകൾ ഇപ്പൊ തന്നെ ഡ്രസ്സ് ചെയ്യണം. ഹസ്ബൻഡ് അല്ലേ, നിങ്ങളും കൂടെ അകത്തേക്ക് വന്നോളൂ. വസ്ത്രമൊക്കെ മാറ്റി സർജിക്കൽ ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ സഹായിക്കാൻ ഒരാള് വേണം. ഡോക്ടർ അർജുനെ ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ നിയയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവളുടെ നാവ് കുഴഞ്ഞുപോയി. അർജുൻ അപ്പോൾ ഒന്നും മിണ്ടാതെ ഡോക്ടർക്കൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഡോക്ടർ അപ്പോൾ അവിടേക്ക് വന്ന് കർട്ടൻ വലിച്ചിട്ട ശേഷം അർജുനോട് പറഞ്ഞു, പുറത്തെ ഈ മുറിവുകളിൽ മുഴുവൻ ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കണം. സാറി ഡ്രസ്സ് അല്പം ഒന്ന് മുകളിലേക്ക് ഉയർത്തി വെച്ച് തരുമോ? ഇന്നറിന്റെ ആ ബട്ടൺ കൂടെ ഒന്ന് അയച്ചു മാറ്റിയാലേ പുറം മുഴുവൻ കൃത്യമായി ഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. ഡോക്ടർ പറഞ്ഞത് കേട്ട് നിയയുടെ ഉള്ളൊന്നു പിടഞ്ഞു. അവൾ നാണവും ഭയവും കൊണ്ട് തല താഴ്ത്തി വിറയ്ക്കാൻ തുടങ്ങി. സാർ, ഞാൻ... നിയ ഇടറിയ ശബ്ദത്തിൽ അവനെ നോക്കി. ഒന്നുമില്ല നിയ, പേടിക്കണ്ട. താൻ ഒരിക്കലും തെറ്റായ രീതിയിൽ നോക്കില്ലെന്ന മട്ടിൽ അവൻ അവളെ നോക്കി കണ്ണുകൾ മെല്ലെ അടച്ചു കാണിച്ചു. അവന്റെ കണ്ണുകളിലെ സ്നേഹവും സത്യസന്ധതയും കണ്ടപ്പോൾ നിയയുടെ ഉള്ളിലെ ആകുലതയൊക്കെ മാഞ്ഞുപോയി. അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. അർജുൻ അതീവ ശ്രദ്ധയോടെ ചുരിദാറിന്റെ പിന്നിലെ ബട്ടണും ഇന്നറിന്റെ ഹുക്കും വളരെ മൃദുവായി അയച്ചു. ശേഷം ഡ്രസ്സ് ചെയ്യാൻ പാകത്തിൽ അവളുടെ വസ്ത്രം പതുക്കെ വശങ്ങളിലേക്ക് ഒതുക്കി പിടിച്ചു കൊടുത്തു. അവന്റെ വിരലനക്കത്തിൽ അനാവശ്യമായ ധൃതിയോ മോശമായ ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം അത്രയും കരുതലും ബഹുമാനവും മാത്രമായിരുന്നു. അവൻ വസ്ത്രം കൃത്യമായി ഒതുക്കി പിടിച്ചു കൊടുത്തതുകൊണ്ട് ഡോക്ടർക്ക് എളുപ്പത്തിൽ തന്നെ മുറിവുകൾ കഴുകി മരുന്ന് വെച്ച് ബാൻഡേജ് ഇടാൻ കഴിഞ്ഞു. അവന്റെ ആ സ്നേഹവും സംരക്ഷണവും തൊട്ടറിഞ്ഞപ്പോൾ കഠിനമായ നീറ്റലിലും നിയയുടെ മനസ്സിൽ ഒരു വലിയ സുരക്ഷിതത്വം നിറയുകയായിരുന്നു. ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് ശേഷം മരുന്നുകളും വാങ്ങി അർജുൻ നിയയെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തി. കാർ മെല്ലെ മുന്നോട്ടെടുത്തപ്പോൾ അവന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു, ഒപ്പം ആശങ്കയും. അവൻ പതുക്കെ സ്റ്റിയറിംഗിൽ പിടിമുറുക്കി നിയയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നിയ, ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് തന്നെ പോകണോ? നിന്നെ തല്ലിച്ചതച്ച് ഈ അവസ്ഥയിലെത്തിച്ച ഇത്രയും ക്രൂരനായ ഒരാളുടെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകണോ? നീ അപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് നെടുവീർപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ അമ്മ അവിടെ ഉണ്ട് സാർ. നിയയുടെ ശബ്ദമിടറി. ഞാൻ ചെല്ലാൻ വൈകിയാൽ ആ ദേഷ്യം മുഴുവൻ അച്ഛൻ തീർക്കുന്നത് പാവം അമ്മയുടെ മേത്തായിരിക്കും. അമ്മ അവിടെ തനിച്ചാണ്. അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുന്റെ ഉള്ളിൽ ഒരു കനം വന്നു നിറഞ്ഞു. അവന് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മയോടുള്ള അവളുടെ സ്നേഹം അവന്റെ വാക്കുകളെ നിശബ്ദമാക്കി. അവൻ കൂടുതലൊന്നും ചോദിക്കാതെ വണ്ടി മുന്നോട്ടോടിച്ചു. ഒടുവിൽ അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിത്തിരിവിൽ അവൻ കാറ് കൊണ്ടു ചെന്ന് നിർത്തി. അച്ഛൻ കാണാതിരിക്കാൻ ചുറ്റും നോക്കിയ ശേഷമാണ് അവൻ അവളെ അവിടെ ഇറക്കിയത്. സൂക്ഷിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. അവന്റെ കണ്ണുകളിൽ സ്നേഹവും ആകുലതയും നിറഞ്ഞു നിന്നിരുന്നു. ശരി സാർ, ഒത്തിരി നന്ദി. വിറയ്ക്കുന്ന കാലുകളോടെ അവന്റെ കരുതലിന് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിയ വീടിന്റെ പടിവാതിലിലേക്ക് പതുക്കെ നടന്നു നീങ്ങി. അർജുൻ അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. മാസങ്ങൾക്കിപ്പുറമുള്ള ഒരു ദിവസം ക്രൂരനായ അച്ഛന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ നിയയും അമ്മയും വീട്ടിൽ നിന്നിറങ്ങി രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അർജുൻ അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയ അവളുടെ ചേച്ചിയും ഭർത്താവും ഉണ്ടായിരുന്നു. നിയ വിളിച്ചറിയിച്ചിരുന്നു കല്യാണമാണെന്ന്. ചേച്ചിയെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അമ്മ മോളെയും മരുമോനെയും സ്നേഹത്തോടെ നോക്കി. അച്ഛനെ ഭയക്കാതെ അവർ തമ്മിൽ സ്നേഹം പങ്കിട്ട നിമിഷം. അർജുൻ അല്പനേരം അത് നോക്കി നിന്നു. അപ്പോഴേക്കും രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. അടുത്ത ചില സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നിയമപരമായി അവരുടെ വിവാഹം വളരെ ലളിതമായി നടന്നു. വിവാഹം കഴിഞ്ഞയുടൻ ഇനി അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി പോകാൻ അനുവദിക്കാതെ അർജുൻ നിയയ്ക്കൊപ്പം അമ്മയെയും ചേർത്തണച്ച് തന്റെ കാറിൽ കയറ്റി. അവരെയും കൊണ്ട് നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്നൊക്കെ മാറിയുള്ള തന്റെ വലിയ വീട്ടിലേക്ക് അവൻ എത്തുമ്പോൾ ആ വീട് മംഗളവാദ്യങ്ങളാൽ മുഖരിതമായിരുന്നു. അവിടെ കാത്തിരുന്ന അർജുന്റെ പാവം അമ്മച്ചി സന്തോഷത്തോടെ മെഴുകുതിരി കാണിച്ച് നിയയെയും അമ്മയെയും പുതിയ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിരുത്തി. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് രാത്രിയായപ്പോൾ അർജുന്റെ പാവം അമ്മച്ചിയും നിയയുടെ അമ്മയും ചേർന്ന് സ്നേഹത്തോടെ ഒരു പാൽ ഗ്ലാസ് കയ്യിൽ കൊടുത്ത് സന്തോഷത്തോടെ നിയയെ അർജുന്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. രണ്ടമ്മമാരുടെ അനുഗ്രഹവും സന്തോഷവും കണ്ടപ്പോൾ തന്നെ നിയയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. മുറിയുടെ വാതിൽ തുറന്ന് നിയ അകത്തേക്ക് കയറി. മുറിയിലാകെ മുല്ലപ്പൂക്കളുടെ സുഗന്ധം പരന്നിരുന്നു. നിയ വാതിലടച്ച് വിറയ്ക്കുന്ന കൈകളോടെ പാൽ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു.
അർജുൻ അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് അവളെ നീട്ടി വിളിച്ചു. നിയ, ദേ ഇങ്ങോട്ട് വാ. അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ അവൾക്ക് എന്തോ സമാധാനവും സന്തോഷവും തോന്നി. അവൾ ചിരിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് ചെന്നു. അർജുൻ അപ്പോൾ അവളെ പിന്നിൽ നിന്ന് പതുക്കെ ചേർത്തണച്ചു. അവളുടെ തോളിലൂടെ കൈകൾ വെച്ച് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാ. ഇവിടെ നിന്ന് ആകാശം തെളിഞ്ഞു കാണാം. നക്ഷത്രമുള്ള ദിവസമാണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാകും. അർജുൻ അത് പറഞ്ഞ് അവളെ ചേർത്തു പിടിച്ചു. അവന്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് ചാരി നിന്നപ്പോൾ നിയയ്ക്ക് വലിയൊരാശ്വാസം തോന്നി. പിന്നീട് അവൻ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ മുറിക്കുള്ളിലേക്ക് നടന്നു. അല്പനേരം സംസാരിച്ച ശേഷം മുല്ലപ്പൂ വിരിച്ച മെത്തയിൽ അവളെ കിടത്തി അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് ആഴത്തിൽ കെട്ടിപ്പുണരുമ്പോൾ അർജുന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹം അത്രമേൽ ആർദ്രമായിരുന്നു. അർജുന്റെ തടസ്സങ്ങളില്ലാത്ത സ്നേഹവും ചുംബനങ്ങളും അവളെ മറ്റൊരു ലോകത്തെത്തിച്ചു. അർജുൻ അവളുടെ കവിളിൽ പതുക്കെ കൈവച്ചു. അവന്റെ ചൂടുള്ള വിരലുകൾ തൊട്ടപ്പോൾ നിയയുടെ കൺപോളകൾ സ്വയം അടഞ്ഞുപോയി. അവൻ കുനിഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ഒരു ഉമ്മ നൽകി. പിന്നീട് അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്നു. വർഷങ്ങളായി താൻ അനുഭവിച്ച വേദനകളും ഭയവും നീറിപ്പുകച്ചിലുമെല്ലാം ആ ഒരൊറ്റ സ്പർശനത്തിൽ അലിഞ്ഞു പോകുന്നത് നിയ അറിഞ്ഞു. അർജുന്റെ നെഞ്ചിന്റെ ചൂടിൽ, അവന്റെ സ്നേഹനിർഭരമായ ചുംബനങ്ങളിൽ ആ രാത്രി അവരൊന്നായി മാറുകയായിരുന്നു. ദുരിതത്തിന്റെയും കണ്ണുനീരിന്റെയും കറുത്ത രാത്രികൾ പൂർണ്ണമായി ഒടുങ്ങി. വസ്ത്രങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ അർജുന്റെ നെഞ്ചിന്റെ ചൂടിൽ ചേർന്നു കിടന്നുകൊണ്ട് നിയയുടെ ജീവിതത്തിലെ സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പുതിയ പ്രഭാതം വന്നെത്തി.